ആശയം നമ്മൾ പ്രധാനമായിട്ടും തമിഴ്നാടിന്റെ ബിസിനസിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ലീഡേഴ്സിന്റെ ഒരു ക്രോഡീകരണമാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പ്രോഗ്രാം സൂമിൽ വിളിക്കുമ്പോൾ മിനിമം നമുക്ക് 1000 മെമ്പേഴ്സിന്റെ പ്ലാറ്റ്ഫോം 1000 മെമ്പേഴ്സും അറ്റൻഡ് റെഡിയാണ്. അത് മെയിൻ പ്രോഗ്രാമുകൾക്കെല്ലാം നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന ഏത് പ്രോഗ്രാം വിളിച്ചാലും സീനിയർ ലീഡേഴ്സ് വരുന്ന ഒരു പ്രോഗ്രാമിന് 1000 പേര് വേണമെന്ന് പറഞ്ഞാൽ 1000 പേരുടെ പ്ലാറ്റ്ഫോം റെഡിയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലീഡേഴ്സ് തമ്മിലുള്ള ഒരു നല്ല ഒത്തൊരുമ, സഹകരണമാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു വിജയം. RCMനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയാറുള്ളത് ഇറ്റ്സ് എ വിൻ വിൻ ബിസിനസ്. നമ്മുടെ താഴെയുള്ള ആളുകളുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ഇടുന്ന എഫേർട്ടാണ് അവരുടെ വിജയം, അവരുടെ വിജയമാണ് നമ്മുടെ വിജയം. അത് കണക്കാക്കിക്കൊണ്ട് ഒരു ഒത്തൊരുമയോടുകൂടി നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഇന്ന് സൗത്ത് ഇന്ത്യയിലല്ല ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റ് ആക്കി മാറ്റാൻ നമുക്ക് തമിഴ്നാടിന് പറ്റും. അവിടെ ലീഡേഴ്സ് തമ്മിലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. RCMലേക്ക് ധാരാളം ആളുകൾ മെമ്പറായിട്ട് കടന്നു വരാറുണ്ട്. RCMലേക്ക് ധാരാളം ആളുകൾ വരുമ്പോൾ നമുക്കറിയാം അവരൊക്കെ 2000 രൂപ RCMൽ ആര് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിലും നമുക്കറിയാം 2000 റുപ്പീസിന്റെ പർച്ചേസ് ചെയ്താൽ മാത്രമേ RCMൽ ഒരു മെമ്പർ ആവാൻ പറ്റുള്ളൂ. ആ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി നമുക്കൊരാൾക്ക് പ്ലാൻ കൊടുത്ത് നമ്മൾ RCMലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു നല്ല ഡ്രീം ഉണ്ടാവും. അതുകൊണ്ടാണ് അവരുടെ പോക്കറ്റിലുള്ള 2000 റുപ്പീസ് അവർ RCMന്റെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്. പക്ഷേ പോകെ പോകെ അതിൽ പല ആളുകളും RCM സ്റ്റോപ്പ് ആക്കുന്നു. വൈ? എന്താണ് കാരണം? 80% പീപ്പിളും RCM ശരിക്കും ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. 20% ആളുകൾ മാത്രമേ RCMന്റെ പ്രൊഡക്റ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അതിൽ ആക്ച്വൽ പറഞ്ഞാൽ ഒരു 5% ബിലോ ആളുകൾ മാത്രമേ RCMൽ അച്ചീവ് ആയിട്ട് വരുന്നുള്ളൂ. വളരെ സിമ്പിളാണ് RCM, വളരെ ഈസിയാണ് RCMന്റെ പ്രൊഡക്റ്റുകൾ എല്ലാ വീട്ടിലേക്കും ആവശ്യമുള്ളതാണ്. RCMന്റെ കരിയർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആർക്കും RCMൽ മെമ്പർ ആവാം. ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഏജ് ബാരിയറോ ഒന്നും RCMൽ ഇല്ല. ആർക്ക് വേണമെങ്കിലും RCMൽ അച്ചീവർ ആവാം. എന്നിട്ടും 100% ജോയിനിങ് വന്ന് 80% ആളുകൾ ക്വിറ്റ് ആവുന്നു. അതിൽ 5% ആളുകൾ അച്ചീവർ ആയിട്ട് മാറുന്നു. വൈ? എന്താണ് അതിന്റെ കാരണം? ഇതാണ് ആക്ച്വലി നമ്മൾ ആദ്യമായിട്ടൊരു വിലയിരുത്തേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഓവർ ടു യു രാജു. சார் தேங்க்ஸ் சார். ஸோ இப்போ வந்து பார்த்தீங்கன்னா நமக்கு வந்து லீடர்ஸோடைய சப்போர்ட் வந்து நமக்கு கண்டிப்பாக வேணும். ஏன் அப்படின்னா ஒற்றுமையாக இருந்தால் மட்டும்தான், அதாவது ஒற்றுமையே பலம்னு நம்ம நிறைய இடங்கள்ல சொல்றோம். அப்ப நாம வந்து இந்த பிசினஸ் வந்து பாத்தீங்கன்னா ஒரு வின் வின் கான்செப்ட், அதாவது நம்ம இரண்டு பேரும் இணைந்து வெற்றி அடைந்தால் மட்டுமே இந்த பிசினஸ்ல வந்து நம்ம எல்லாருமே வந்து வெற்றியாளராக மாற முடியும். அப்போ என்னுடைய வெற்றி தான் உங்களுடைய வெற்றி, நீங்க ஜெயிச்சாதான் நானும் ஜெயிக்க முடியும் அப்படிங்கறதுதான் இந்த கான்செப்டோடைய ஒரு முக்கியமான பலம். அப்போ ஒற்றுமையாக மட்டும்தான் நாம் எல்லோரும் இணைந்து இன்னைக்கு RCMல ஜெயிக்க முடியும். அதுக்கு உதாரணம் கேரளாவில் வந்து பாத்தீங்கன்னா 1000 பேர் நடக்கக்கூடிய மீட்டிங்ல பாத்தீங்கன்னா 2000 பேர் மேல ஆளுங்க வந்து உட்கார அளவுக்கு அங்க கெப்பாசிட்டியில எல்லாரும் ஒற்றுமையாக இருக்கிறாங்க. ஸோ தமிழ்நாடும் அது மாதிரி கண்டிப்பா நம்ம ஒரு நாள்ல மாறுவோம். ஸோ இதுல என்ன அப்படின்னு பாத்தீங்கன்னா இந்த RCM பிசினஸ் பாத்தீங்கன்னா கிட்டத்தட்ட பாத்தீங்கன்னா எல்லாருமே வந்து 80% மக்கள், அதாவது வர எல்லாருமே வந்து எல்லாருமே நிக்கிறது இல்லை, 80% மக்கள் இந்த பிசினஸ் விட்டு போயிடுறாங்க. காரணம் என்னன்னா இந்த பிசினஸினுடைய உண்மைத்தன்மை யாருக்கும் தெரிவதில்லை, அவங்களுக்கு அந்த சரியான ட்ரீம் இல்லை. ஸோ 5% மக்கள் மட்டும்தான் இதுல வெற்றியாளர்களாக மாறாங்க. அதுக்கு ரொம்ப ரொம்ப நம்ம தெரிஞ்சுக்க வேண்டிய ஒரு விஷயம் என்ன அப்படின்னா, ரொம்ப சிம்பிளான ஒரு பிசினஸ் இது, யாருக்கு வேண்டும் எளிதாக செய்ய முடியும். இதற்கு வந்து பாத்தீங்கன்னா ஒருத்தருக்கு தகுதி என்பது தேவையில்லை. நீங்க எந்த தகுதியுடையவர், படித்தவர் படிக்காதவர் அப்படிலாம் அதுக்கு தேவையில்லை. 18 வயது இருந்தா மட்டும் போதும், நீங்க RCMல ஒரு மிகப்பெரிய சாதனையாக மாற முடியும். அப்படி இருந்தும், ரொம்ப எளிமையாக இருந்தும், இந்த பிசினஸ்ல ஒரு 2000 ரூபாய் பொருள் மூலமாக தன்னுடைய கனவை வந்து நிறைவேற்றக்கூடிய ஒரு அற்புதமான வாய்ப்பு இருந்தும் 80% மக்கள் இதை விட்டு போறாங்க. 5% மட்டும்தான் இதுல அச்சீவர்ஸ், அதாவது வெற்றியாளர்கள் மாறுறாங்க. அப்படின்னா அதற்கு காரணம் என்ன, அந்த ஆக்சுவல் காரணம் என்ன அப்படிங்கிறத நாம முதல்ல சரியாக தெரிந்து கொள்ள வேண்டும். சார், അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കാണുന്നത് RCMന്റെ ലക്ഷ്യം എന്താണെന്ന്, അതിന്റെ ആ ഒരു എയിം എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കാതെയാണ് RCMലേക്ക് മെമ്പർ ആയിട്ട് വരുന്നത്. ആരും സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് ആരും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഒരാളെ മെമ്പർഷിപ്പ് എടുപ്പിക്കുമ്പോൾ അവരൊരു മെമ്പർ ആവാൻ വേണ്ടി നമുക്ക് കറക്റ്റായിട്ട് സിസ്റ്റം പഠിപ്പിക്കാതെ നമ്മൾ കുറെ കാര്യങ്ങൾ അവരെ തെറ്റായി ധരിപ്പിക്കുന്നു. RCMൽ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് നിങ്ങൾക്ക് വലിയ പണക്കാരനാവാം, കാർ വാങ്ങിക്കാം, അത് വാങ്ങിക്കാം, ഇത് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് RCMലേക്ക് കൂട്ടിക്കൊണ്ടുവരും. നെവർ, ഒരിക്കലും അത് സാധ്യമല്ല. RCM ഈസ് എ ജെനുവിൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി. ഇതില് പ്രൊഡക്റ്റ് മൂവ്മെന്റിലൂടെയാണ് നമുക്ക് ഇൻകം കിട്ടുക. ഇതൊരു ജനറേഷന്റെ ബിസിനസ്സാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം RCMലേക്ക് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയാൽ ഒരു തിരിച്ചുപോക്കില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത.
ഒരു സുപ്രഭാതം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു രണ്ട് മാസം കൊണ്ട് 6 മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് കോടീശ്വരനാവാനോ ലക്ഷപ്രഭു ആവാനുള്ള ഒരു സംവിധാനവും ഇല്ല. ഒരു ഹിഡൻ അജണ്ടയും RCM ഇല്ല. ഇറ്റ്സ് എ പ്യുവർ ഡയറക്ട് മാർക്കറ്റിംഗ് ബിസിനസ്. ജെനുവിൻ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റിയോടുകൂടി ജനങ്ങൾക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ കമ്മീഷനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സംവിധാനത്തെ അറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാവണം. ഞാൻ RCMലേക്ക് വരുന്നത് 2005-ലാണ്. 2005-ൽ ഞാൻ RCMലേക്ക് വരുമ്പോൾ RCMന് ആകെ 30 പ്രൊഡക്റ്റ് ചെയ്തു. അന്നും RCMൽ ഒരു റോയൽറ്റി വിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 3.5 ലക്ഷം ഒരു സൈഡിലും മറു സൈഡിലും 1.15 ഉണ്ടെങ്കിൽ ഒരു റോയൽറ്റി അച്ചീവർ ആവാൻ പറ്റുള്ളൂ. ഇന്ന് 3500-ലധികം പ്രൊഡക്റ്റുള്ള സമയത്തും ഒരു വ്യത്യാസവും ഇല്ല. അതേ ടാർഗറ്റിൽ നമുക്കൊരു റോയൽറ്റി അച്ചീവറായി മാറാൻ പറ്റും. അന്നൊരു റോയൽറ്റി അച്ചീവർക്ക് 16,000 രൂപ ഇൻകം കിട്ടുമെങ്കിൽ ഇന്ന് ആ ഒരു ഗോൾഡ് അച്ചീവർക്ക് മിനിമം ഒരു മന്ത്ലി ഗ്രോത്ത് ബോണസ് അടക്കം കൂട്ടിയാൽ ഒരു 25,000 റുപ്പീസ് മന്ത്ലി ഇൻകം അതേ ടാർഗറ്റിൽ കിട്ടും. 3500-ലധികം പ്രൊഡക്റ്റ് ഉണ്ട്, വ്യത്യസ്ത സെഗ്മെന്റുകളുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ആ കാലഘട്ടത്തിൽ 2005, 6, 7 ഞങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു എഫേർട്ട് ആ കാലഘട്ടത്തിൽ ഒരു വിത്തിൻ 3 ഇയർ എൻ്റെ ടീമിൽ 3 ടെക്നിക്കൽ അച്ചീവർമാരും 8ഓളം റോയൽറ്റി അച്ചീവർമാരും ഏകദേശം 10ഓളം സ്റ്റാർ അച്ചീവർമാരും വിത്തിൻ 3 ഇയറിൽ 2005, 6, 7 ഇയറിനുള്ളിൽ എൻ്റെ ടീമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വരുന്ന ആളുകൾക്ക് 3 വർഷം കൊണ്ട് അവർ പോലും സ്റ്റാർ അച്ചീവർ ആവുന്നില്ല. എന്താ കാരണം? ഇതൊരു സീരിയസ് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുന്നില്ല. RCMലേക്ക് കടന്നു വരുമ്പോൾ സിസ്റ്റം കറക്റ്റ് ആയിട്ട് പഠിക്കണം. എങ്ങനെ ഇൻകം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇത്രയും വൈഡ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട് RCMന്റെ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് മാത്രം ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് അതിൽ അച്ചീവർ ആവാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ RCMൽ ഒരു കോർ ലീഡർ ആവാൻ ഇന്ന് 3 വർഷം മതി. കോർ ലീഡർ ആവാൻ അത്ര സിമ്പിളാണ് RCMന്റെ പ്രൊമോഷൻ, അത്ര സിമ്പിളാണ് RCMന്റെ കൺസെപ്റ്റ്, അത്ര സിമ്പിളാണ് RCMന്റെ പ്രോഡക്റ്റ്, അത്ര സിമ്പിളാണ് RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ. അപ്പോൾ അറിഞ്ഞു വേണം വരാൻ. നമ്മളൊരു മെമ്പറെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് RCMൽ ഒന്നും നേടാനില്ല. ഒരു മെമ്പറെ നമ്മളെ കൂടെ നിർത്തി നമ്മുടെ കൂടെ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നു അതിന്റെ കൂടെ തോളോട് തോൾ ചേർത്ത് അവരെ കൊണ്ടുപോകാൻ പറ്റണം. അതിന് നമ്മൾ ഒരിക്കലും സിസ്റ്റം അവരെ പഠിപ്പിക്കാതെ RCMലേക്ക് മെമ്പർഷിപ്പ് കൊണ്ടുവരരുത്. പ്രോഡക്റ്റ് പഠിപ്പിക്കാതെ നമ്മൾ കൊണ്ടുവരരുത്. എങ്ങനെ സക്സസ് ആവാം എന്നുള്ളത് പഠിപ്പിക്കാതെ നമ്മൾ കൊണ്ടുവരരുത്. അത് പഠിപ്പിക്കണമെങ്കിൽ ഇതിൽ വരുന്ന ഒരു വ്യക്തി ആദ്യം പഠിക്കണം. നമ്മൾ പഠിച്ചാലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് RCM എന്താണെന്ന് പഠിക്കണം. കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്ക് വേണം. അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. എങ്കിൽ 80% ഫെയിലിയർ ആവുന്ന സ്ഥാനത്ത് 80% നമുക്ക് സക്സസ് ആക്കി കൊണ്ടുവരാൻ പറ്റും. ഓവർ ടു യു രാജ്. அப்போ இந்த 80% தோல்வி எத்தனை பேர் காணாம போறாங்களுக்கு ரீசன் என்ன அப்படின்னா, இங்கே நம்ம செய்யக்கூடிய ஒரு மிகப்பெரிய தவறு என்னன்னா, நம்ம கூட மெம்பர்ஷிப்பா வந்து இணையக்கூடிய ஒரு நபருக்கு நம்ம சிஸ்டத்தை நம்ம சொல்லி கொடுப்பதே கிடையாது. தவறான வாக்குறுதிகள் சொல்லி ஒரு நபரை நம்ம இந்த சிஸ்டத்துக்குள்ள நம்ம கூப்பிட்டு வந்தோம் அப்படின்னா அவரை நம்ம 80% மக்கள் மாதிரி காணாம தான் போவார். அப்போ எந்த ஒரு நபர் உள்ள வந்தாலும் அவருக்கு சரியான சிஸ்டம் என்ன என்பதை நம்ம வந்து சொல்லிக் கொடுக்கணும். அதை தவிர்த்து நீங்க 3 மாசத்துல இல்ல ஒரே ராத்திரியில இல்ல 6 மாசத்துல 1 வருஷத்துல மிகப்பெரிய பணக்காரனா இதுல லட்சாதிபதியா மாற முடியும்னு தவறான வாக்குறுதிகள் சொன்னீங்கன்னா அது பகல் கனவாகத்தான் போகிவிடும். அப்போ ஒருத்தர் RCMல இணைகிறார் அப்படின்னா அவருக்கு சரியான முறையில சிஸ்டம் என்ன என்பதை நாம் சரியாக சொல்லிக் கொடுக்க வேண்டும். அப்போ இந்த RCM பிசினஸ்ல வந்து பாத்தீங்கன்னா ஒரு ஜென்யூன் பிசினஸ். இதுல ப்ராடக்ட் மூலமாக மட்டும்தான் நமக்கு ஒரு மார்ஜின் மூலமாக வரக்கூடிய அந்த பணத்தை வச்சுதான் நமக்கு கமிஷன் கொடுக்குறாங்க. அதன் மூலமாக மட்டும்தான் நம்ம இதுல வெற்றியாளராக ஒரு சரியான ஒரு நேரத்துல நம்மளால இதுல ஜெயிக்க முடியும் என்பதை நமக்கு சரியாக சொல்லிக் கொடுக்கணும். அதற்கு ஒரு உதாரணம் அப்படின்னு பாத்தீங்கன்னா நம்முடைய ஸ்பீச் சார் என்ன சொல்றாங்க, 2005ல இந்த பிசினஸ்ல நான் வந்த போது பாத்தீங்கன்னா வெறும் 30 பொருட்கள் தான் இருந்தது. ஆனா இந்த 30 பொருட்கள் இருந்த போதும் கூட இந்த ராயல்டி அப்படிங்கிற ஒரு பின் லெவலை அடைப்பதற்கு அன்னைக்கும் பாத்தீங்கன்னா ஒரு சைட்ல 3 லட்சம் பிவியும் 1 லட்சம் 1.25 லட்சம் பிவியும் இருக்கணும் அப்படின்னு தான் சிஸ்டம் இருந்தது. அதே விஷயம் தான் இன்னைக்கு 3000 ப்ராடக்ட் வந்த பிறகும் அதே சிஸ்டமா தான் இருக்கு. எந்தவித மாற்றமும் ராயல்டிக்கு இல்லை. ஆனா அன்னைக்கு வெறும் 30 பொருட்கள் இருந்த காலத்துல வெறும் 3 வருஷத்துல வந்து பாத்தீங்கன்னா என்னுடைய அணியில நான் இந்த ராயல்டி அப்படிங்கிற நிலையை தாண்டி வந்து நான் வந்தேன். என்னுடைய அணியில நான்
நான் ஒரு மிகப்பெரிய வெற்றியாளராக மாறும்போது என் கூட 3 டெக்னிக்கல்ஸ் இருந்தாங்க, 8 ராயல்டி இருந்தாங்க, 10 ஸ்டார் அச்சீவர்ஸ் இருந்தாங்க. அப்போ வெறும் 30 பொருட்கள் மட்டுமே இருந்த காலகட்டத்துல அன்னைக்கு ஒரு ராயல்டிக்கு வெறும் 10,000 ரூபாய் தான் வருமானம் அப்படின்னா, இன்னைக்கு ஒரு ராயல்டிக்கு கிட்டத்தட்ட 25,000 ரூபாய்க்கான வருமானம் இருந்த போதும் இந்த 3 வருஷத்துல நாங்க பண்ண அச்சீவ்மெண்ட்டை இப்ப 3000 பொருட்கள் வந்து உங்களால பண்ண முடியல அப்படின்னா நீங்க சரியான பாதையில நீங்க தீர்மானிக்கல, சரியான அச்சீவ்மெண்ட்டை நோக்கி நீங்க அதற்கான பயணத்தை நீங்க தீர்மானிக்கல, நீங்க அதுக்கான பிளான் பண்ணல, ட்ரீம் காணவில்லை அப்படிங்கறதா இதற்கான சரியான விளக்கமாக இருக்கும். ஏன் அப்படின்னா அன்னைக்கு முடிஞ்சுனா இன்னைக்கு முடியும். அப்போ இங்க சிஸ்டத்தை ஃபாலோ பண்ணல, நம்ம கூட ஒரு நபர் வரார் அப்படின்னா அவரை தோளோடு தோள் போட்டு இந்த சிஸ்டத்தை சொல்லி கொடுத்து இதுலதான் இப்படிதான் வருமானம் வரும் அப்படின்னு சரியான பாதையை சொல்லி கொடுத்தால் கூடிய விரைவிலே அவரும் நம்ம கூட சேர்ந்து ஒரு மிகப்பெரிய வெற்றியாளராக மாறுவார். அப்போ ஆர்சிஎம்ல சிஸ்டம் சிம்பிள் கான்செப்ட், ஆர்சிஎம்ல ப்ராடக்ட் ரொம்ப சிம்பிள், ஸோ ஆர்சிஎம்ல சிஸ்டம் ரொம்ப சிம்பிள். ஸோ இது எல்லாமே நமக்கு தெரிஞ்சும் நாம வந்து பாதையில வந்து நம்ம வந்து சறுக்குறோம். 80% மக்கள் வந்து தவறான வழியில போறாங்க அப்படின்னா இதை நம்ம சரியா சொல்லி கொடுக்கல. அப்ப சரியா சொல்லி கொடுத்தோம் அப்படின்னா இந்த 80% மக்களும் வெற்றியாளராக நம்ம கூட பயணிப்பாக, நம்முடைய அணி மிகப்பெரிய அணியாக மாறி நம்முடைய லட்சிய பாதை நிறைவேறுவதற்கு ஆர்சிஎம் நமக்கு மிகப்பெரிய அளவுல வந்து கை கொடுக்கும். எஸ் சார். ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് നോളജ് തന്നെയാണ് ആർസിഎമ്മിന്റെ സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ടൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഒന്നും പഠിക്കാനില്ല. പക്ഷെ ഇന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. വ്യത്യസ്ത സെഗ്മെന്റിൽ ധാരാളം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ ആർസിഎം സീരിയസ് ആയിട്ട് സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. പ്രൊഡക്റ്റ് നോളേജ് നമുക്ക് കിട്ടാവുന്ന അത്രയും നമ്മൾ നേടിയെടുക്കുന്നത് നമുക്ക് മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ ഒരു കാരണമായിട്ട് മാറും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആർസിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം 100% പ്രൊഡക്റ്റ് യൂസർ. ഈ കഴിഞ്ഞ ദിവസവും വട്സാർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ അദ്ദേഹം ആണയിട്ട് പറഞ്ഞ കാര്യം, നിങ്ങൾ ബേസിക്സ് അറിയണം, 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ബേസിക്സ് അറിയുകയും 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആർസിഎമ്മിലൂടെ സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സമ്പൂർണ്ണ 100% യൂസേജിനുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് ആർസിഎം തരുന്നുണ്ട്. നമ്മളത് കണ്ടുപിടിക്കണം, നമ്മളത് വാങ്ങണം, നമ്മളത് ഉപയോഗിക്കണം, നമ്മളത് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യണം. അതിനാണ് പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കിയെടുക്കുന്നത്. അറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നമുക്കിതിൽ സക്സസ് ആകാൻ പറ്റും. ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് എൻ്റെ ഷോപ്പിലാണ്. 2005 ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മാസം 50,000 രൂപയ്ക്ക് താഴെ ടേൺ ഓവറിൽ ആരംഭിച്ച ഷോപ്പ് ഇന്ന് കേരളത്തിൽ 1500 ഔട്ട്ലെറ്റുകൾ, എൻ്റെ ഷോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വണ്ടർ വേൾഡ് ഉണ്ടായിട്ടും പ്രതിമാസം 15 lakh rupees ടേൺ ഓവർ സുഖമായിട്ട് ചെയ്യുന്നു. വെറും 2 ലക്ഷം ടേൺ ഓവറിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ 3 വർഷക്കാലം പ്രോഫിറ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്ഥാപനത്തെ ഞാൻ പ്രോഫിറ്റിലാക്കി. പിന്നീട് ആ സ്ഥാപനത്തിലുള്ള പ്രോഫിറ്റ് ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്തിട്ടില്ല. ആ പ്രോഫിറ്റ് ഞാൻ റീഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് എൻ്റെ സ്ഥാപനത്തിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 25 lakh rupees ആണ് സ്റ്റോക്ക്. അന്ന് 4,000 rupees റെന്റ് കൊടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് 50,000 rupees റെന്റ് കൊടുത്തിട്ടാണ് ഈ സ്ഥാപനം റൺ ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്കറിയാം, ഒരു പിക്കപ്പ് സെന്ററിൽ ഇന്ന് 15 lakh ടേൺ ഓവർ നടക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 1.5 ലക്ഷം രൂപ അവിടുന്ന് പിക്കപ്പ് സെന്റർ കമ്മീഷൻ മാത്രം നമുക്ക് കിട്ടും. അതിൽ 50,000 രൂപ റെന്റ് കൊടുത്താലും മറ്റ് അതർ എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞാലും നമുക്ക് മന്ത്ലി ഒരു 70,000 rupees ഷോപ്പിൽ നിന്ന് മാത്രം പോക്കറ്റിലേക്ക് വെക്കാനുണ്ടാവും. ഇന്ന് ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് കിട്ടുന്ന എൻ്റെ കമ്മീഷൻ എൻ്റെ എക്സ്പെൻസിന് ആവശ്യമില്ല. ഈ ഷോപ്പ് എനിക്ക് 100% എൻ്റെ എക്സ്പെൻസിന് ആവശ്യമുള്ള ഫണ്ട് എനിക്ക് തരും. അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്ത് ആർസിഎം എന്ന് പറയുന്ന ഈ കമ്പനിയെ പഠിച്ചു 100% പ്രൊഡക്റ്റ് യൂസറായി, ബേസിക്സ് പഠിച്ചു, അത് പഠിപ്പിച്ചു. നമ്മൾ പഠിക്കുന്നു, നമ്മൾ പഠിപ്പിക്കുന്നു. എവിടെ ചെന്നാലും നമ്മൾ 100% പ്രൊഡക്റ്റ് യൂസർ ആണ്. അത് തന്നെ നമ്മളെ അണികളെ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു അച്ചീവ്മെന്റിന്റെ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചു. റെഗുലർ ആയിട്ട് ഉള്ള ഒരു ഫോളോ അപ്പ് നമുക്ക് ഇതിൽ സക്സസിന് വളരെ ആവശ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. രാജ് സാർ. தேங்க்யூ சார், தேங்க்யூ ஸோ மச் சார். ஸோ இப்போ சார் சொன்ன மாதிரி ஒரு கோர் லீடர் அப்படிங்கிறவர் உருவாகிறதுக்கு வெறும் 3 வருடம் போதும். ஏன் அப்படின்னா அவ்வளோ வெரைட்டி ஆஃப் ப்ராடக்ட்ஸ் இருக்குது. ஒரு ப்ராடக்ட் ஒரே ஒரு செக்மெண்ட்ல ஒரு ப்ராடக்ட் மட்டும் எடுத்தே நீங்க ஒரு மிகப்பெரிய
ஒரு ப்ராடக்ட்டை மட்டுமே எடுத்து நீங்க மிகப்பெரிய கோர் லீடரா மாறக்கூடிய ஆப்பர்ச்சுனிட்டி இன்னைக்கு ஆர்சிஎம் நமக்கு கொடுத்துருக்காங்க. அப்படி வெரைட்டியான ப்ராடக்ட்ஸ் மட்டும் நம்மள்ட்ட ஆர்சிஎம்ல இருக்குது. அதைத்தான் நம்முடைய திரு துரேந்திர வாட்ஸ் அவர்கள், நம்முடைய டைமண்ட் அவர்கள் வந்து சொல்லும் போது என்ன சொல்றாரு, பேசிக்ஸ் தெரிஞ்சுக்குங்க. அந்த பேசிக்ஸ்ல முக்கியமா பாத்தீங்கன்னா ப்ராடக்ட்டை வந்து யூஸ் பண்ணுங்க. ப்ராடக்ட் 100% யூஸ் பண்ணி பேசிக்ஸை பண்ணாலே போதும், நாம ஆர்சிஎம்ல மிகப்பெரிய அளவுல சக்சஸ்ஃபுல்லா மாற முடியும் அப்படிங்கிறத அவர் ஆணித்தரமா சொல்லிட்டு போறாரு. அப்போ ஒரு ஆணாக இருந்தாலும் சரி, ஒரு பெண்ணாக இருந்தாலும் சரி, 100% அவங்களுக்கு தேவையான எல்லா விதமான ப்ராடக்ட்டும் நம்ம ஆர்சிஎம்ல இருக்கு. அப்போ ப்ராடக்ட்டை யூஸ் பண்ணுங்க, ப்ரொமோட் பண்ணுங்க. அதை ஃபீல் பண்ணி அதை புரிஞ்சுக்கிட்டு மற்றவங்களுக்கு ப்ரொமோட் பண்ணாலே போதும், நம்முடைய ஆர்சிஎம் பிசினஸ்ல நம்ம மிகப்பெரிய வெற்றியாளராக மாற முடியும். இப்போ சார் சொல்றாரு, நான் 2005 இந்த பிசினஸ் ஆரம்பிச்சேன். அப்போ நான் இப்ப இருக்கிறது என்னுடைய ஷாப்ல தான். இந்த ஷாப்ல இருந்து நான் ஆரம்பிக்கும் போது பாத்தீங்கன்னா வெறும் 50,000 ரூபாய் தான் எனக்கு வந்து அன்னைக்கு ஒரு டேர்ன் ஓவரா இருந்தது. ஆனா இன்னைக்கு வந்து பாத்தீங்கன்னா கிட்டத்தட்ட 50 லட்சத்துக்கு மேல வந்து ஒரு மிகப்பெரிய டேர்ன் ஓவர் நடக்கிற அளவுக்கு இன்னைக்கு மாறி இருக்குது. அப்படின்னா அந்த அளவுக்கு மாற்றத்தை நான் உருவாக்கியிருக்கேன். ஆரம்பத்துல 2 லட்சம் ரூபாய் இன்வெஸ்ட்மெண்ட் போட்டேன். 3 வருஷமா நான் ப்ராஃபிட்டை பார்க்கவே இல்லை. ஆனா இன்னைக்கு வந்து பாத்தீங்கன்னா மிகப்பெரிய அளவுல ப்ராஃபிட் வந்துட்டு இருக்கு. எப்படி என்னை சுத்தி இந்த ஒரு ஷாப் மூலமாக கேரளா முழுவதும், இன்னைக்கு சவுத் இந்தியா முழுவதும் 1500 ஷாப் வந்துருச்சு. எனக்கு பக்கத்திலேயே வந்து பாத்தீங்கன்னா ஒரு மிகப்பெரிய டேர்ன் ஓவர் இந்தியாவிலேயே கொடுக்கக்கூடிய ஒரு ஒண்டர் வேர்ல்டு வந்துருச்சு. அது வந்துமே மாதம் வந்து பாத்தீங்கன்னா கிட்டத்தட்ட 15 லட்சத்துக்கு மேல சேல்ஸ் நடக்கக்கூடிய ஒரு கடையாக இன்னைக்கு நான் வந்து டேர்ன் ஓவர் பண்ணிட்டு இருக்கேன். இதன் மூலமாக எனக்கு மாதம் 1.5 லட்சத்துக்கு மேல வருமானம் வருது. இந்த வருமானத்துல இன்னைக்கு கடையோட 50,000 கொடுத்தா கூட மற்ற எக்ஸ்பென்ஸ் போக எனக்கு மாசம் 75,000 இருந்து 80,000 ரூபாய் எனக்கு வருமானம் கிடைக்கும். இந்த ஒரு வருமானம் போதும். அதன் மூலமா நான் ஆர்சிஎம் பிசினஸ்ல மிகப்பெரிய சக்சஸ்ஃபுல்லா மாறினேன். இந்த ஒரு கமிஷன், இந்த ஒரு வருமானத்தை வச்சே நான் இந்தியா ஃபுல்லா நான் வந்து ஃப்ரீயா சுத்தி ஆர்சிஎம் பிசினஸ் எல்லாருக்கும் கொண்டு போய் சேர்க்க முடியும். அந்த அளவுக்கு எனக்கு வாய்ப்பை வந்து ஆர்சிஎம் பிசினஸ் ஒரு கடையில இருந்தே எனக்கு கொடுத்துருக்குது. அப்போ ஆர்சிஎம் பிசினஸ்ல ப்ராடக்ட்டை யூஸ் பண்ணுங்க. உங்க டீம்ல இருக்கவங்களுக்கு சொல்லி கொடுங்க. ப்ராடக்ட் நாலேஜ் நடக்கக்கூடிய அந்த மீட்டிங்ல அவங்களை கலந்துக்க சொல்லுங்க. அவங்கள யூஸ் பண்ண வச்சு அவங்க அதை மத்தவங்களுக்கு ஷேர் பண்றதுக்கான ஒரு ஆப்பர்ச்சுனிட்டியை நம்ம உருவாக்கி கொடுத்தோம் அப்படின்னா நம்ம பிசினஸ் ஆட்டோமேட்டிக்கா மத்தவங்களுக்கு போய் சேரும். ஒரு மிகப்பெரிய ஒரு 100% வந்து ஒரு பெரிய நம்ம நினைக்கிற அளவுக்கு ரெகுலர் பிசினஸ் நடக்கக்கூடிய ஒரு பிசினஸாக ആർസിഎം മാറും. യെസ് സർ. ആർസിഎമ്മിലേക്ക് വരുന്ന ഓരോ വ്യക്തിയോടും ആർസിഎം കമ്പനി പറയുന്നു, TCG പറയുന്നു, ലീഡേഴ്സ് പറയുന്നു, ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആണോ നിങ്ങൾ കമ്പനിയുടെ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ചെയ്തിരിക്കണം. ഡയമണ്ട് ക്ലബ് ആവട്ടെ, സൂപ്പർ ഡയമണ്ട് ക്ലബ് ആവട്ടെ, സ്റ്റാർ ഡയമണ്ട് ക്ലബ് ആവട്ടെ, ക്രൗൺ ക്ലബ് ആവട്ടെ, ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് 2015 ഡയമണ്ട് ക്ലബ്ബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫസ്റ്റ് വർഷത്തിൽ അത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ഡൽഹിയിൽ പോകുന്ന ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഡോക്ടർ ശിവകരയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം 2015 ഓഗസ്റ്റ് മാസത്തിൽ ആ ഒരു പ്രോഗ്രാമിലാണ് TCG ഇത് അനൗൺസ് ചെയ്യുന്നത്, ക്ലബ്ബുകളെ കുറിച്ചിട്ട്. ഇനി ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടറെ ഞാൻ എങ്ങനെ തീരുമാനിക്കുന്നു? മിനിമം 100% പ്രൊഡക്റ്റ് യൂസറും അതുപോലെ തന്നെ അല്പം പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ തയ്യാറുള്ള ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡയമണ്ട് ക്ലബ്ബ്. നിങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് ആരംഭിച്ച ഡയമണ്ട് ക്ലബ്ബ് സാവധാനം അത് സൂപ്പർ ഡയമണ്ടിലേക്ക് ക്ലബിലേക്ക് മാറി, അത് സ്റ്റാർ ഡയമണ്ടിലേക്ക് മാറി. ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ഒരു 8 വർഷമായിട്ട് റെഗുലർ സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അത് ഒരു ഫസ്റ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ 100% പ്രൊഡക്റ്റ് യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്റ്റ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ആർസിഎമ്മിൽ സക്സസ് ആവാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മളെ ടീമിനെ സക്സസിലേക്ക് കൊണ്ടുവരാൻ. ഒരു വ്യക്തി നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് സാർ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിത്തിൻ 48 hours നിങ്ങൾ അവരുടെ വീട് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യിപ്പിക്കണം. ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ആ ഒരു വെൽക്കം മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് നിങ്ങൾ കമ്പൽസറി അറ്റൻഡ് ചെയ്യിപ്പിക്കണം. ഇത് നമ്മൾ ചെയ്യാതെ ഒരു വ്യക്തിയെ ഫാമിലിയോട് കൂടി നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീറ്റിങ്ങുകളിലെ ഏറ്റവും ദി കിങ് ഓഫ് ദി മീറ്റിംഗ് എന്ന് പറയുക ഹോം മീറ്റിംഗ് തന്നെയാണ്. ഹോം മീറ്റിങ്ങിലൂടെയാണ് നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കാനും അതിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കാനും പറ്റിയ ഏറ്റവും നല്ല മീറ്റിംഗ് ഏതാന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് ഹോം മീറ്റിംഗ് തന്നെയാണ്. നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ വീട്ടിലും ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. അത് നമ്മളെ സക്സസിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് മാറും. 2005 സെപ്റ്റംബർ 17 ഞാൻ എൻ്റെ ഷോപ്പ് തുടങ്ങുന്നത്. ഞാൻ അന്ന് തൊട്ട് എൻ്റെ ടീമിൽ വരുന്ന ഓരോ ഷോപ്പ് ഓണേഴ്സിനോടും പറയുന്ന കാര്യം, വീക്ക്ലി മീറ്റിങ്ങുകൾ നമ്മൾ പിക്കപ്പ് സെന്ററിൽ കണ്ടക്ട് ചെയ്യണം. വീക്ക്ലി മീറ്റിങ്ങുകളിലൂടെ നമ്മുടെ ഷോപ്പിന്റെ ഡെവലപ്മെന്റും നമ്മുടെ ടീമിന്റെ ഡെവലപ്മെന്റും ഒരേമാതിരി നടക്കും. എൻ്റെ ഷോപ്പ് 2005 ഞാൻ ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ 50,000 ടേൺ ഓവർ ഉണ്ട്.
അതിനുശേഷം കേരളത്തിൽ 1500 ഔട്ട്ലെറ്റുകൾ വന്നു. ഈ ഔട്ട്ലെറ്റുകൾ വരുന്നതിനനുസരിച്ച് എൻ്റെ സെയിൽ കുറഞ്ഞതല്ല, എൻ്റെ സെയിൽ കൂടുക ചെയ്തത്. ഓരോ വ്യക്തിയെ ഞാൻ പോയി ഹോം മീറ്റിംഗിൽ പോയി കാണുമ്പോഴും എൻ്റെ ടീമിലെ മെമ്പർമാർ കാണുമ്പോഴും അവരോട് പറയാ, വീക്കിലി കറക്റ്റ് എവരി സാറ്റർഡേ എൻ്റെ ഷോപ്പിൽ ഹോം മീറ്റിംഗ് വീക്കിലി PUC മീറ്റിംഗ് ഉണ്ടാവും. അവിടേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങൾ ഓരോ വ്യക്തിയും പോയി ഫീൽഡിൽ പോയി 1-to-1 പ്ലാൻ കൊടുക്കുമ്പോൾ, അവിടെ ഹോം മീറ്റിംഗ് ജോയിൻ ചെയ്യിപ്പിച്ച ആളുകളുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് കൊടുക്കുമ്പോൾ വിത്ത് ഫാമിലി അടുത്ത പിക്കപ്പ് സെന്റർ മീറ്റിംഗിലേക്ക് അവിടെ വരാൻ പറയണം. അവിടെ ഒരു പുതിയ ലീഡറെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. അത് നമ്മളെ ഷോപ്പിന്റെ ടേൺ ഓവർ കൂട്ടാൻ സഹായിക്കും. ടീമിലെ ആളുകൾക്ക് കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഹോം മീറ്റിംഗിൽ നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? കമ്പാരിസൺ വിത്ത് മാർക്കറ്റ്, RCM പ്രൊഡക്റ്റും മാർക്കറ്റും തമ്മിലൊരു കമ്പാരിസൺ. അതേസമയം ഷോപ്പ് മീറ്റിംഗിൽ കറക്റ്റായിട്ട് നമുക്ക് അവർക്ക് മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. 2005 വെറും ബോർഡും പേനയും ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രൊജക്ടർ വെച്ചിട്ട്, സ്ക്രീൻ വെച്ചിട്ട്, AC ഹോൾ വെച്ചിട്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ ഒരു 50 പേർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഫെസിലിറ്റി അങ്ങനെ ഉണ്ടാക്കി. അതിലൂടെയാണ് നമ്മൾ പ്രോഗ്രാമുകൾ നടത്തുന്നത്. അപ്പോൾ ഹോം മീറ്റിംഗ് ദി കിങ് ഓഫ് ദി മീറ്റിംഗ്, കാരണം നമ്മൾ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അതേസമയം പ്ലാൻ സിസ്റ്റം ഇത് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പിക്കപ്പ് സെന്റർ മീറ്റിംഗ് ആണ്. ഓരോ വണ്ടർ വേൾഡ് ക്യുക്കിലും PUCയിലും നമ്മൾ വീക്ക്ലി മീറ്റിംഗ് നമ്മുടെ ടീമിലുള്ളത് കമ്പൽസറി ആക്കണം. ഉറപ്പായിട്ടും ഒരു 3 വർഷം അങ്ങനെ ചെയ്യുന്ന ഒരു ഷോപ്പ് സക്സസിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഓവർ ടു യു സർ. தேங்க்யூ சார். அப்போ நம்ம டீம் வந்து வெற்றி பெறணும், நம்ம எல்லாருக்கும் அந்த ஆசை இருக்கும். அப்போ நம்ம டீம் வெற்றி ஆகணும், நம்ம வெற்றியாளராக நம்ம டீமோட வரணும் அப்படின்னா நம்ம முதல்ல செய்ய வேண்டியது இந்த கிளப்ஸ்ல வந்து நம்ம டீம்ல இருக்கக்கூடிய லீடர், ஒரு குவாலிட்டி லீடர் அப்படின்னா இவங்க கண்டிப்பா இந்த ஏதாவது ஒரு கிளப்ல இருப்பாங்க. ஸோ இந்த டைமண்ட் கிளப் தான் வந்து முதலாக வந்து 2015 வந்து நம்ம கம்பெனி வந்து அனௌன்ஸ் பண்ணாங்க. அப்போ ஒரு மீட்டிங் விஷயமாக நம்முடைய சுஜி சார் வந்து டெல்லி போனப்ப அங்க மீட்டிங்ல நம்முடைய TCI அனௌன்ஸ் பண்ணாரு இந்த டைமண்ட் கிளப்பை. அப்போ ஒரு குவாலிட்டியான லீடர், அன்னைக்கு டைமண்ட் ஜி சொன்னது, அன்னைக்கு நம்மளுடைய TCI ஐயா சொன்னது என்னன்னா, ஒரு RCMல ஒரு குவாலிட்டி லீடரா இருக்கணும்னா நீங்க கண்டிப்பா ஒரு 100% ஒரு பொருள் உபயோகிக்கக்கூடிய நீங்க ஏதாவது ஒரு கிளப்ல இருக்கணும் அன்னைக்கு சொன்னாரு. அவர் அன்னைக்கு சொன்ன அதே வார்த்தையை வந்து ஒரு வேத வாக்காக எடுத்து இன்னைக்கு வரைக்கும் தொடர்ந்து நம்முடைய சுஜி சார் வந்து டைமண்ட் கிளப் பண்ணிட்டு இருக்காரு. அதுல முக்கியமா பாத்தீங்கன்னா அதுக்கப்புறம் டைமண்ட் கிளப்ல இருந்து 5000 PU இருந்து 10,000 PU சூப்பர் டைமண்ட் கிளப், அதுக்கப்புறம் பாத்தீங்கன்னா கடந்த 8 வருடமாக ஸ்டார் டைமண்ட் கிளப்பை தொடர்ந்து வந்து செய்து கொண்டிருக்கிறார். அப்போ ஒரு குவாலிட்டி லீடர் நம்ம RCM உண்மையிலேயே வந்து ஜெயிக்கிறதுக்காக வந்திருக்கோம் அப்படின்னா 100% பொருள் உபயோகிக்கக்கூடிய நபராக இருந்தால் நாம கண்டிப்பாக ஒரு கிளப்ல இருந்தாக வேண்டும் என்பதுதான் நம்ம இதுல முதல்ல தெரிந்து கொள்ள வேண்டிய ஒரு விஷயம். ரெண்டாவது, நம்முடைய டீம் வந்து ஜெயிக்கணும் அப்படின்னா அடுத்தது நம்ம செய்ய வேண்டியது இந்த மீட்டிங்ஸ். அதுல முக்கியமா வந்து நம்ம லாஸ்ட் டைம் நம்முடைய TCG ஐயா வந்து ஜூம் மீட்டிங்ல சொன்ன ஒரு விஷயம் என்னன்னா, நீங்க புதிதாக அவர் இணையக்கூடிய ஒரு நபரை அடுத்த 48 மணி நேரத்துல அவங்களை காண்டாக்ட் பண்ணணும். நேரடியா அவங்க வீட்டுக்கு போயிட்டு அவங்க கூட உட்கார்ந்து இந்த வெற்றிக்கான பாதைகளை வந்து அவங்களுக்கு எடுத்து சொல்லணும், வெல்கம் மீட்டிங் நடத்தணும் அப்படின்னு சொல்லியிருக்காரு. அப்படின்னா அந்த வெல்கம் மீட்டிங் என்னன்னா ஹோம் மீட்டிங்கை தான் அவர் சொல்லியிருக்காரு. ஏன்னா நம்முடைய மீட்டிங்லயே கிங் ஆஃப் மீட்டிங் அப்படின்னு சொன்னா அது வந்து ஹோம் மீட்டிங் தான். ஏன்னா ஒரு ஃபேமிலி கூட ஒரு நம்ம டீம்ல அணில வரக்கூடிய ஒரு நபரை வந்து குடும்பத்தோட நம்ம வந்து அவங்க கூட ஒரு உறவாட வேணும் அப்படின்னா அதற்கு ஹோம் மீட்டிங் தான் மிக சிறந்தது. அப்போ இந்த ஹோம் மீட்டிங் மூலமாக மட்டும்தான் நமக்கு நல்ல குவாலிட்டியான லீடர்ஸை உருவாக்கி கொண்டு வர முடியும். அப்போ இந்த ஹோம் மீட்டிங் மட்டுமா போதும் அப்படின்னா கிடையாது. ஹோம் மீட்டிங்கை தாண்டி அடுத்ததா செய்ய வேண்டியது என்னன்னா PUC மீட்டிங். நம்முடைய சுதி சார் வந்து பாத்தீங்கன்னா 2005 அவருடைய ஷாப் ஆரம்பிக்கும் போது வெறும் 50,000 ரூபாய் வந்து டர்ன் ஓவர்ல ஆரம்பிச்சு இன்னைக்கு பல லட்சத்துல வந்து போயிட்டு இருக்கு. அப்போ அங்கேயும் வந்து ஆரம்பத்துல PUC மீட்டிங் வந்து ஆரம்பிச்சாங்க. அந்த மீட்டிங் ஆரம்பிக்கும் போது செய்த ஒரு விஷயம் என்ன அப்படின்னு பாத்தீங்கன்னா, சரௌண்டிங்ல நடக்கக்கூடிய ஒவ்வொரு வீட்லயும் எங்கெல்லாம் ஹோம் மீட்டிங் நடக்குதோ அந்த ஹோம் மீட்டிங்ல முக்கியமா சொல்றது, நீங்க எல்லா வாரத்துல ஒரு நாள் கண்டிப்பா முக்கியமா சாட்டர்டே வந்து PUC மீட்டிங் வரணும்னு சொல்லி அன்னைக்கு வந்து வலியுறுத்தினாங்க. அதே மாதிரி டீம்ல இருக்கிற ஒவ்வொரு லீடர்ஸும் 1-to-1 மீட்டிங் நடத்தும் போதும் அவங்கள்ட்டையும் ஹோம் மீட்டிங் நடத்தும் போது நீங்க PUC மீட்டிங் கட்டாயம் நீங்க வந்து கலந்து கொள்ள வேண்டும் அப்படின்னு சொல்றாங்க. காரணம் என்ன அப்படின்னா, நம்ம ஹோம் மீட்டிங்ல ப்ராடக்ட் கம்பேரிசன் மட்டும் தான் சொல்லுவோம். மார்க்கெட்லயும்
RCM-க்கும் உள்ள பொருட்களுக்கும் உள்ள வித்தியாசம் என்ன, அதில் வரக்கூடிய ஆரோக்கியம் எந்த அளவுக்கு மேம்படக்கூடியது அப்படின்னு சொல்றோம். ஆனா ஒரு மார்க்கெட்டிங் பிளான் தெரிஞ்சுக்கணும் அப்படின்னா அதற்கு PUCக்கு வந்தாதான் நம்ம மார்க்கெட்டிங் பிளானை தெரிஞ்சுக்க முடியும். அன்னைக்கு வந்து பாத்தீங்கன்னா வெறும் போர்டும் பேனாவும் இருந்த ஒரு நிலை போய் இன்னைக்கு மாதம் மிகப்பெரிய டேர்ன்ஓவர், எத்தனையோ கடைகள் வந்தாலும் எல்லா கடைகள் சுத்தி வந்தாலும் என்னுடைய வருமானம், என்னுடைய கடையுடைய டேர்ன்ஓவர் குறையல, அது அதிகரித்து கொண்டிருக்கிறது. காரணம் என்னன்னா இந்த PUC மீட்டிங்கை தொடர்ந்து நடத்துறதுனாலதான். இன்னைக்கு பாத்தீங்கன்னா என்னுடைய PUCல 50 பேர் உட்கார்ந்து ஒரு AC ஹால்ல ப்ரொஜெக்டர் போட்டு மீட்டிங் நடக்கிற அளவுக்கு இன்னைக்கு வந்து மேம்பட்டு இருக்கு. அப்படின்னா ஹோம் மீட்டிங் அந்த அளவுக்கு தாண்டி PUC மீட்டிங் ரொம்ப ரொம்ப அவசியம். இதுல பிளான் நம்ம சொல்லிக் கொடுக்க முடியும், சிஸ்டம் சொல்லிக் கொடுக்க முடியும். சோ இது எல்லாமே இங்க WW, அப்ப நம்மளுடைய ஒன்றரை வேர்டாக இருக்கட்டும், WW இருக்கட்டும், இங்க வாரத்துக்கு ஒருக்க PUC மீட்டிங்கை நம்ம தொடர்ந்து நடத்தும் மூலம் மட்டும்தான் பல குவாலிட்டியான லீடர்ஸை நாம இதுல உருவாக்க முடியும். சோ அதற்கு நமக்கு இந்த சக்சஸ் ஆகிறதுக்கு PUC மீட்டிங் மிக 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 அவசியமானது. எஸ் சார். നെക്സ്റ്റ്, സ്വാഭാവികമായിട്ടും ഹോം മീറ്റിംഗും അതുപോലെ തന്നെ PUC മീറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മന്ത്ലി വൺസ് ഒരു ഹോൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് കാണിക്കുന്ന മീറ്റിംഗാണ്. എവരി ഡിസ്ട്രിക്റ്റില് ഹോൾ മീറ്റിംഗ്. ഞങ്ങൾ കോഴിക്കോടിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഈ വരുന്ന 22 ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. ഇന്നലെ കണ്ണൂർ ജില്ല നിയറസ്റ്റ് ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ 1200 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഇവന്റ് നടന്നു. വൗ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഈ വരുന്ന 22-ാം തീയതി നെക്സ്റ്റ് തൊട്ടടുത്തുള്ള ജില്ലയായിട്ടുള്ള കോഴിക്കോട് 1000 പേരെ കൊള്ളാവുന്ന വലിയൊരു ഹോട്ടൽ ഓഡിറ്റോറിയം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് അവിടെ പ്രോഗ്രാം നടക്കുന്നു. അതിന്റെ ജസ്റ്റ് 1 വീക്ക് ഡിസ്റ്റൻസിൽ ULP വരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് തടസ്സമല്ല. എവറി മന്ത് ഒരു വലിയ ഹോൾ മീറ്റിംഗ്, അത് നമ്മളുടെ സ്ട്രെങ്ത് കാണിക്കാനും വരുന്ന ആളുകൾക്ക് എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് ഇത്രയും ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണാനും പറ്റും. അത് നമുക്ക് ഹോം മീറ്റിംഗിലോ PUC മീറ്റിംഗിലോ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഹോൾ മീറ്റിംഗിലാണ് എക്സൈറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ഉണ്ടാവുക. അത് നമ്മൾ റെഗുലർ ആയിട്ട് മന്ത്ലി തമിഴ്നാട്ടിലെ എവരി ഡിസ്ട്രിക്റ്റിൽ വെക്കണം. മാക്സിമം സ്ട്രെങ്ത് അവിടെ കോർഡിനേറ്റ് ചെയ്യണം. ഇനിയോ നമുക്ക് ബിസിനസ് കൂട്ടാൻ, പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഹെൽത്ത് ക്യാമ്പയിനുകൾ ടീമിൽ നടക്കണം. നമുക്കറിയാം ബോഡി സ്കാനറുകളുണ്ട്, ന്യൂട്രിചാർജിന്റെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്, നമുക്ക് ധാരാളം ഗാമാറോയ്സിനുള്ള ടൂളുകളുണ്ട്. ഇതെല്ലാം സമാഹരിച്ചിട്ട് നമ്മൾ ക്യാമ്പയിൻ, ഹൗസ് ടു ഹൗസ് ക്യാമ്പയിനുകൾ നടത്തിയിട്ട് ഹെൽത്ത് ക്യാമ്പയിനുകൾ സെറ്റാക്കണം. അത് നമുക്ക് ബിസിനസ് കൂട്ടാൻ വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഹെൽത്ത് ക്യാമ്പയിനുകൾ കമ്പൽസറി നമ്മുടെ ടീമിൽ സ്കോഡായിട്ട് നടത്തണം. ഇതൊക്കെ കേരളത്തിൽ ബിസിനസ്സിന് ഇത്രമാത്രം, സൗത്ത് ഇന്ത്യയിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്റ്റേറ്റ് ആയിട്ട് ഈ കൊച്ചു കേരളം മാറാൻ ഇവിടെ ഇത് റെഗുലർ ആയിട്ട് ടീം ബേസിൽ നടക്കുന്നത് കൊണ്ടാണ്. ഇതിനേക്കാളും വലിയ സാധ്യതയാണ് തമിഴ്നാട്ടിലുള്ളത്. പക്ഷെ നമ്മുടെ ലീഡേഴ്സ് അതിനു വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് ടീമിനെ സജ്ജരാക്കണം, അവർക്ക് അതിന് വേണ്ടിയുള്ള ഡയറക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിലെ ബിഗിനർ മുതൽ മേലോട്ട്, വൈറ്റ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനർ മുതൽ മേലോട്ടുള്ള ആളുകൾക്കാണ്. ബിഗിനർ മുതൽ മേലോട്ടുള്ള ആളുകളെ ഡിസ്ട്രിക്ട് വൈസിൽ വിളിച്ചിട്ട് നമ്മൾ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സെറ്റ് ചെയ്യണം. അവർക്ക് കറക്റ്റായിട്ട് എങ്ങനെ ടീമിനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നമ്മൾ കമ്പൽസറി ചെയ്യണം, നമ്മൾ ചെയ്യിപ്പിക്കണം. ഒരു ബിഗിനർ ആവുന്ന കാലം തൊട്ടിട്ട് അവരുടെ ടീമിന്റെ മീറ്റിങ്ങുകൾ നടത്താൻ അവരെ പ്രേരിപ്പിക്കണം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു ബിഗിനറിന്റെ താഴെ ഒരു 10 ആളെങ്കിലും ഉണ്ടാവും, ഒരു സ്റ്റാർട്ടറിന്റെ താഴെ ഒരു 20 ആളുണ്ടാവും, ഒരു ഓപ്പണർ, കമ്പനിയുടെ ഗ്രോത്ത് ബോണസ് വാങ്ങിക്കുന്ന ഓപ്പണറിന്റെ താഴെ ഒരു 30 ആളുകളെങ്കിലും RCMൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ഒരു ഈഗിളിന്റെ താഴെ ഒരു 50 ആളുകളുണ്ടാവും. ഓരോ വൈറ്റൽ അച്ചീവേഴ്സിനെ കൊണ്ടും സ്വന്തം ടീമിന്റെ മീറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ച് പഠിപ്പിക്കണം. ചെറുപ്പം തൊട്ടേ അത് സ്റ്റാർട്ട് ആവണം. അങ്ങനെ ആവുമ്പോഴാണ് അവർ വളർന്നു വരുമ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരുന്നതും ഇവന്റുകൾ ഓർഗനൈസ് ചെയ്യാൻ പഠിക്കുന്നതും. ഞാൻ 2005 ഗോപകുമാർ സാർ RCM എനിക്ക് തരുന്ന സമയത്ത് ഗോപകുമാർ സാറോ മുർസാറോ ഒന്നും കേരളത്തിലില്ല. എനിക്ക് RCM എന്ന് പറയുന്ന കൺസെപ്റ്റ് തരുന്ന സമയത്ത് അവരൊക്കെ സ്റ്റിൽ എയർഫോഴ്സിലായിരുന്നു, ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു. ഞാനാണ് എൻ്റെ ടീമിന്റെ മീറ്റിങ്ങുകൾ കോർഡിനേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് കേരളത്തിൽ എക്കാലവും മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാൻ എൻ്റെ 10 പേരുള്ളപ്പോൾ ഞാൻ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തു. ഞാൻ RCMൽ ജോയിൻ ചെയ്ത് ജസ്റ്റ് 3.5 മാസം കഴിഞ്ഞപ്പോൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് സുരേന്ദ്രഭട്ട് സാറിന് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നു. അന്ന് തൊട്ട് എവരി 3 മന്ത് അദ്ദേഹത്തിനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വലിയ ഇവന്റുകൾ നടത്തി ടീമിൽ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലീഡർഷിപ്പ്, ഓരോ ലീഡറും ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ചെയ്യണം. അവിടെയാണ് നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടാവുക. ഉറപ്പായിട്ടും അത് നമുക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ RCMലേക്ക് വന്നിട്ട് 19 വർഷമായി. ഞാൻ RCMലേക്ക് വരുന്ന 2007 ഞാൻ വലിയ ഇവന്റുകൾ അറേഞ്ച് ചെയ്യുന്നു. ആ ഇവന്റുകൾ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. Over to you, Dai sir. Yes sir, thank you sir. ஸோ அடுத்ததான் நம்ம தெரிஞ்சுக்க வேண்டிய ஒரு முக்கியம் என்னன்னா, முதல்ல ஹோம் மீட்டிங், அப்புறம் PUC மீட்டிங், அடுத்ததான் ரொம்ப முக்கியம் என்னன்னா ஹால் மீட்டிங்ஸ்.
அதாவது மாதம் ஒரு தடவை வந்து பாத்தீங்கன்னா இந்த மாதிரி ஒரு ஹால் மீட்டிங்கை நம்ம கட்டாயம் நம்ம நடத்தி இருக்க வேண்டும். ஏன் அப்படின்னா இந்த ஹால் மீட்டிங்கில் தான் நம்முடைய எக்ஸைட்மெண்ட், நம்முடைய பலம் என்ன அப்படின்னு மக்களுக்கு நம்ம வந்து காணிக்க முடியும். ஸோ இங்கதான் நமக்கு மோட்டிவேஷன் கிடைக்கக்கூடிய ஒரு அற்புதமான வாய்ப்பு எங்க இருக்குதுன்னா அது ஹால் மீட்டிங் தான். ஸோ பாத்தீங்கன்னா சார் இப்போ ரீசெண்டா வந்து பாத்தீங்கன்னா கோழிக்கோடுல இப்போ கிட்டத்தட்ட ஒரு 2000 பேருக்கு மேற்பட்ட ஒரு பெரிய மீட்டிங் நடத்திருக்காங்க. ஸோ அதே மாதிரி பாத்தீங்கன்னா கண்ணூர் ஜில்லால நடத்திருக்காங்க. வாவுன் அப்படின்னு சொல்ற ஒரு மிகப்பெரிய ஈவெண்ட். எல்லாமே வந்து பாத்தீங்கன்னா குறைந்தது 1000 பேருக்கு மேற்பட்ட ஒரு ஹால் மீட்டிங். அப்போ அந்த அளவுக்கு எக்ஸைட்மெண்ட்டை வந்து மக்களுக்கு கொடுத்துருக்காங்க. ஸோ 22ஆம் தேதி கோழிக்கோடு நடக்குது. அதுக்கு அப்புறம் பாத்தீங்கன்னா யூஎல்பி ப்ரோக்ராம் நடக்குது. இது எல்லாமே மிகப்பெரிய பிரம்மாண்டமான மீட்டிங். இங்கதான் மக்களுக்கு நம்பிக்கை, ஆர்சிஎம் உடைய பலம் என்ன, எக்ஸைட்மெண்ட், உற்சாகம், இது பண்றதுனால என்னெல்லாம் நமக்கு கிடைக்கும் அப்படிங்கிற விஷயங்கள் நமக்கு கிடைக்க ஆரம்பிக்கும். ஸோ அதனால மாதம் ஒரு தடவை நம்ம தமிழ்நாட்டில் இந்த ஹால் மீட்டிங் நம்ம டிஸ்ட்ரிக்ட் வைஸா நம்ம நடத்தினோம் அப்படின்னா நம்முடைய ஸ்ட்ரென்த், நம்முடைய லீடர்ஸ் எல்லாம் மிகப்பெரிய அளவில் எக்ஸைட்மெண்டா இந்த பிசினஸ் பண்றதுக்கான வாய்ப்பு ஏற்படும். அது மட்டும் இல்லாம வந்து பாத்தீங்கன்னா இந்த பிசினஸ்ல அடுத்த லெவல் என்ன, ஹெல்த் கேம்பெயின்ஸ் நம்ம நடக்கணும். ஹெல்த் கேம்பெயின்ஸ் எப்படி நடக்கணும், ஒவ்வொரு ஏரியா வைஸா நம்ம வந்து இந்த ஹெல்த் கேம்பெயின்ஸ் நடக்கணும். நம்ம டீம்ல ஒவ்வொரு இடத்துலயும் ஒவ்வொரு வீட்லயும் வந்து பாத்தீங்கன்னா இந்த ஹெல்த் கேம்பெயின்ஸ் நடக்கணும். இந்த ஹெல்த் கேம்பில் தான் நம்முடைய ப்ராடக்ட் வந்து மத்தவங்களுக்கு அறிமுகப்படுத்த முடியும். லீடர்ஸுக்கு இதை பத்தி தெரியும். அதுல பாத்தீங்கன்னா முக்கியமா நியூட்ரிசார்ஜ் பொருட்கள் இருக்குது. நம்முடைய ஹீமோகுளோபினுக்கு இப்ப நம்ம பெரிய கேம்பெயின் நடத்திட்டு இருக்கோம். அதுக்கப்புறம் பாத்தீங்கன்னா நம்முடைய காமா ஒருசலுக்கு நிறைய டூல்ஸ் இருக்கு. இது எல்லாம் வந்து பாத்தீங்கன்னா பேட்ச் வைஸா, ஸ்குவாட் வைஸா நடக்கணும். பாத்தீங்கன்னா இந்தியாவிலேயே நம்பர் 1 மாநிலமாக ஒரு மிகச்சிறிய மாநிலமான இந்த கேரளா ஏன் இருக்குது அப்படின்னா இதை எல்லாருமே நாங்க ஃபாலோ பண்றோம். லீடர்ஸாக நாங்கள் இந்த விஷயத்துல ரொம்ப வந்து தீவிரமா அந்த விஷயத்தை வந்து பண்றதுனாலதான் இன்னைக்கு நம்பர் 1 ஆர்சிஎம்ல கேரளா இருக்கிறதுக்கு காரணம். அதே மாதிரி தமிழ்நாட்டிலையும் இந்த வாய்ப்பு இருக்கு. தமிழ்நாட்டில் இருக்கிற ஒவ்வொரு லீடர்ஸும் இதற்கான அந்த முன்னிலைவை எடுத்து இதை பண்ணாங்க அப்படின்னா தமிழ்நாடு மிகப்பெரிய அளவுல இன்னைக்கு வந்து இந்தியாவில் பேசப்படும் ஆர்சிஎம்ல. அதுக்கு அடுத்தது நம்ம பண்ண வேண்டிய முக்கியமான விஷயம்னா லீடர்ஷிப் டெவலப்மெண்ட் ட்ரைனிங். லீடர்ஷிப் டெவலப்மெண்ட் ட்ரைனிங்னா என்ன அப்படின்னா நம்ம டீம்ல இருக்கிற வைட்டல் பின் லெவல், அதாவது பிகினர்ல இருந்து ஸ்டார்ட் ஆகும் பாத்தீங்களா, இவங்களை தன்னைத்தானே அவங்க டீமுக்கு மீட்டிங் நடத்தக்கூடிய ஒரு வாய்ப்பை உருவாக்கி கொடுக்கணும். அப்போ பிகினர்ல ஒருத்தர் ஆரம்பிக்கிறாருன்னா அவருக்கு கீழே ஒரு 10 பேர் இருப்பாங்க. அந்த 10 பேருக்கும் அவர் தன்னுடைய அணிக்காக மீட்டிங் நடக்கக்கூடிய ஒரு வாய்ப்பை உருவாக்கினாதான் சின்ன குழந்தைக்கு எப்படி நாம வந்து சின்னதா பயல கொடுக்குறோமோ அது வளரும் போது மிகப்பெரிய லீடரா மாறும். அப்போ ஒரு ஈகிள் லெவல்ல இருக்கிறது பாத்தீங்கன்னா கீழே கிட்ட 40ல இருந்து 50 பேர் இருப்பாங்க. அப்போ ஒரு ஸ்டாருக்கு மேல இருக்காங்கன்னா அவருக்கு மேல ஒரு 60-70 பேர் இருப்பாங்க. அப்போ ஒரு வைட்டல் பின் லெவல் இருக்கிறவங்களுக்கு தன்னைத்தானே தன்னுடைய அணிக்கு டீம், அதாவது மீட்டிங் நடக்கக்கூடிய ஒரு வாய்ப்பு அவங்களே எடுக்கிற மாதிரி பண்ணி கொடுத்தாங்கன்னா தலை சிறந்த லீடர்களை உருவாக்கக்கூடிய ஒரு வாய்ப்பை நாம் உருவாக்க முடியும். 2005 வந்து பாத்தீங்கன்னா நான் இந்த பிசினஸ்ல இணையும் போது கிட்டத்தட்ட எனக்கு இந்த பிசினஸ் கொடுத்த கோகுமார் சார் பெங்களூர்ல இருந்தாரு. சிஆர்என் சார் வந்து பாத்தீங்கன்னா ஏர்போர்ட்ஸ்ல இருந்தாரு. யார் அந்த அளவுக்கு அவங்க என்ன பக்கத்துல வந்து நெருங்கி பிசினஸ் அதிகமா கொடுக்க முடியல. அப்ப தனிமையா நான் இறங்கி மீட்டிங்ஸ் தொடர்ந்து நடத்தின விளைவாகத்தான் இன்னைக்கு இப்படிப்பட்ட ஒரு விஷயமாக நான் மாறி இருக்கேன். அப்படின்னா 3 மாசத்துக்கு ஒரு தடவை நம்முடைய டாக்டர் சுரேந்திர வாட்ஸ் அவரை வந்து கூப்பிட்டு மிகப்பெரிய பிரம்மாண்டமான ஈவெண்ட் எல்லாம் நடத்தின விளைவு. அப்போ நானே இறங்கி முயன்று நான் செய்தன் விளைவாகத்தான் இன்னைக்கு ஒரு மிகப்பெரிய கோர் லீடரா மாறி இருக்கேன். அதே மாதிரிதான் உங்க அணியிலையும் ஒரு சாதாரண பின் லெவல்ல இருக்கக்கூடிய ஆரம்ப பின் லெவல் ஒரு நபரை தன்னைத்தானே அவங்க அணிக்கு மீட்டிங் நடக்கக்கூடிய வாய்ப்பை உருவாக்கினீங்கன்னா ஒரு குவாலிட்டியான லீடர் நம்ம அணியில வருவாங்க. சோ அதன் மூலமாக நம்முடைய அணியில மிகப்பெரிய ஒரு மாற்றத்தை ஏற்படுத்தும். அதற்கான ஒரு உதாரணமா இன்னைக்கு நான் ஒரு வீடியோ போட போறேன். ஏன்னா நம்முடைய டைமண்ட் சுரேந்திர வாட்ஸை நம்ம வந்து தொடர்ந்து 3 மாசத்துக்கு கூட்டு வந்து ஒரு பிரம்மாண்டமான இதை நாங்க ஆரம்பத்துல பண்ணோம். அந்த வீடியோ இப்ப பார்க்கலாம். எஸ் சார். ആർസിഎമ്മിന്റെ ചരിത്രത്തിൽ എനിക്ക് ആദ്യം വളരെ സ്നേഹത്തോടെയാണ് ക്ഷണിക്കുന്നവർക്കും ഒരു ആർസിഎമ്മിന്റെ നല്ല ഭാവുകം. പ്രധാനമായിട്ടും ഇത്രയും നല്ല ഒരു വേദിയിൽ വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് സുരേന്ദ്ര ഭട്ട് സാറിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഇന്ത്യയിലെ ആർസിഎം ലീഡേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു 2 വാക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും 3 വർഷം മുമ്പ് ഞാനും ജെ പി സാറും ആർസിഎം തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് വിളിച്ചൊരു പ്രോഗ്രാം ഇതുപോലെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു. ഇവിടെ ആയിരുന്നില്ല, പക്ഷെ നളന്ദ ഓഡിറ്റോറിയത്തിലായിരുന്നു. ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു വലിയ ഇന്ന് കേരളത്തിൽ ഏത് നമ്മൾ അനുഗ്രഹിച്ചു കാര്യങ്ങൾ ഫോളോ, അതുപോലെ തന്നെ നമ്മൾ ആ പാത പിന്തുടർന്നിട്ട് അതിൽ 100% പ്രൊഡക്റ്റ് യൂസേഴ്സ് ആയിരിക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് യൂസേഴ്സ് ആയിരിക്കണം. നിങ്ങൾ ഈ ഒരു ക്രൗഡ് കാണുന്നുണ്ടാവും. എത്ര വർഷം മുമ്പ്? ഇത് 2025ലാണ് നമ്മൾ ഇരിക്കുന്നത്. 2025 ഞാൻ നിങ്ങളെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ
ഏകദേശം 16 വർഷം മുമ്പ് ഇതുപോലെയുള്ള ഇവന്റുകൾ, മന്ത്ലി ഹാൾ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് നമ്മൾ വരുവാണ്. അത് എങ്ങനെ നടത്താൻ നമുക്ക് പറ്റുന്നു? നമ്മൾ ടീമിൽ എല്ലാവരെ കൊണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടക്കുന്നു. വീക്കിലി നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന എല്ലാ ഷോപ്പുകളിലും പിക്കപ്പ് സെന്റർ മീറ്റിംഗ് നടക്കുന്നു. ആ പിക്കപ്പ് സെന്റർ മീറ്റിംഗിലുള്ള ആളുകളെ മന്ത്ലി നമ്മൾ ഹാൾ മീറ്റിംഗിലേക്ക് എത്തിക്കുന്നു. എവരി 3 മന്ത് വട്സാറിനെ പോലുള്ള ഗ്രേറ്റ് ലീഡേഴ്സിനെ കൊണ്ടുകൊണ്ട് നമ്മൾ ഈ വലിയ ഇവന്റുകൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ ഒരു ലീഡറായിട്ട് മാറാൻ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് എല്ലാം ഇന്ന് എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ എന്റെ കുടുംബങ്ങളും മാത്രമേ RCM ഇല്ലാതെ മാത്രമേ ഞങ്ങൾ പുറത്തു പോകാൻ. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ബന്ധുക്കളും ആണ് നമ്മുടെ പ്രവർത്തകരോട് കൊടുക്കാനുള്ളത്. നിങ്ങൾ മറ്റൊരു വ്യക്തി പറഞ്ഞ സമയത്ത് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ആ ലിസ്റ്റിൽ നിന്ന് പക്ഷേ വന്നത് 13 മാത്രം. ഇന്ന് വരെ ആ ലിസ്റ്റ് ഇന്ന് കേരളത്തിൽ നല്ലൊരു ടീം, ഒരു കാരണവശാലും നിങ്ങൾ അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാണെങ്കിൽ ഉണ്ട് നമ്മളെ കുട്ടിക്കാലം മുതൽ വെച്ചവര്, നിങ്ങളുടെ കുടുംബക്കാർ, ആയിരക്കണക്കിന് ഒരു പ്രത്യേകിച്ച് നിരവധി മുഖങ്ങൾ വെറുതെ നമ്മളൊരു പേപ്പറിൽ എഴുതി നോക്കും. എന്നിട്ട് അതിൽ നിന്നും ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 100 പേരൊക്കെ RCMന്റെ ഷോപ്പുകൾ, അതിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്ന കാലഘട്ടത്തിലൂടെ RCM പറഞ്ഞ ഒരു മെമ്പർഷിപ്പ് ജോയിൻ ഉള്ള ഒരു ഷോപ്പ് ആണെങ്കിൽ അന്ന് ഞങ്ങൾ ബിൽവാര വരെ പോകേണ്ടിയിരുന്നു. അവിടെ പോയിട്ടായിരുന്നു നമ്മൾ ഇതുപോലുള്ള ഒരു ഷോപ്പ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മുടെ ഓരോ ജില്ലയിലും RCMന്റെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഇന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നതോളം അയാൾ തിരിച്ചെടുത്തിരിക്കും, എടുക്കാതെ പോലുമില്ല. 1% മുമ്പ് അറ്റ്ലീസ്റ്റ് അവരെ വീട്ടിൽ വേണ്ട അതുകൊണ്ട് ഇറങ്ങുക. നമുക്ക് വേണ്ട 2 പേരെയാണ് ആദ്യത്തിനെ പോലെ ഒരു ഡബിൾ സഫയർ സ്റ്റാർ ആവാൻ വരെ നമുക്ക് വേണ്ട 2 പേരെയാണ് RCMൽ അദ്ദേഹത്തിനെ പോലെ ഒരു. കണ്ടോ നിങ്ങൾ കാണുന്ന സുരേന്ദ്ര വത്സാണ്. അന്നത്തെ സുരേന്ദ്ര വത്സ തൊട്ടടുത്തിരിക്കുന്ന ഗോകുമാർ സാറ്, ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ പഴയ രഞ്ജിത് സാറിന്റെ വൈഫിന്റെ ഫാദർ JP സാറ്. ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ. അവരുടെ രൂപം നിങ്ങൾ നോക്കൂ. ആ കാലഘട്ടം തൊട്ട് അവരെ കൊണ്ടുവന്ന് എവരി 3 മന്ത് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഒരു സാധാരണക്കാരനായ ഞാൻ ഇന്ത്യയിലെ കോർ ടീമിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം 4 കോടി ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. 4 കോടി ആളുകളിൽ 44 പേര് മാത്രമേ കോർ ലീഡർ ആയിട്ടുള്ളൂ. എനിക്ക് തമിഴ് അറിയില്ല, എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതർ ലാംഗ്വേജ് ഒന്നും അറിയില്ല. പക്ഷേ ഇന്ത്യയിലെ 23 സ്റ്റേറ്റിൽ ടീം എത്തിക്കഴിഞ്ഞു. 23 സ്റ്റേറ്റിൽ അവർ RCM പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് RCM ചെയ്തു. നെറ്റ്വർക്കാണ് നമ്മൾ ചെയ്യുന്ന, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്ലൈ ചെയ്ത് പൊക്കോളും. ഇന്ത്യയിലെ പല സ്റ്റേറ്റിലേക്കും അത് പോകും. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ തട്ടകത്തിൽ ഈ ബിസിനസ് കറക്റ്റായിട്ട് ചെയ്യാൻ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കൂ, ഞാൻ നടത്തുന്ന ഒരു ഷോപ്പാണിത്. ഈ ഷോപ്പിന്റെ ചെറിയൊരു പിക്ചറാ. ആ ഒരു ഷോപ്പിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു അട്രാക്ഷൻ, പോസിറ്റീവ് എനർജി എന്താണ്? 25 lakh rupees സ്റ്റോക്കാണ് അവിടെ. നോ എന്നൊരു സംഭവം ഇല്ല, ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നൊരു വിഷയമില്ല. സ്പോട്ട് ബില്ലിംഗ് ആണ്, വരുന്ന ഓരോ വ്യക്തിക്കും അപ്പപ്പോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന വീക്ക്ലി മീറ്റിങ്ങുകളിലൂടെ RCMന്റെ അച്ചീവർ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ കാണുന്നത്. ഇത് RCMന്റെ സ്റ്റാർ എമറാൾഡ് ആണ്, കോഴിക്കോടുകാരനാണ്. ഇത് RCMന്റെ സ്റ്റാർ പേൾ ആണ്, കോഴിക്കോടുകാരനാണ്. ഇത് RCMലെ റൂബിയാണ്, കോഴിക്കോടുകാരനാണ്. ഇത് പേളാണ്, ഇത് സ്റ്റാർ പേളാണ്, ഇത് പേളാണ്, ഇത് സ്റ്റാർ പേളാണ്. ഈ ഇരിക്കുന്നതൊക്കെ കോഴിക്കോട് ഷോപ്പിലെ വീക്ക്ലി മീറ്റിങ്ങുകളിലൂടെ പങ്കെടുത്ത് RCM ചെയ്ത് റൂബി വരെ എത്തിയിരിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ. ഒരു വീക്ക്ലി മീറ്റിങ്ങിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. അതിൽ ആരൊക്കെയുണ്ട്? റൂബി ഉണ്ട്, സ്റ്റാർ എമറാൾഡ് ഉണ്ട്, സ്റ്റാർ പേൾ ഉണ്ട്, റോയൽറ്റി അച്ചീവേഴ്സ് ഉണ്ട്. ഒക്കെ അച്ചീവർമാരുടെ ഒരു കൂട്ടായ്മയാണത്. ഇവരൊക്കെ RCMൽ 1-to-1 ആളുകൾക്ക് പ്ലാൻ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എൻ്റെ ഷോപ്പിൽ ഇരുന്ന് പഠിച്ച് വളർന്ന ആളുകളാണ്. അപ്പോൾ അതിനുള്ള അവസരം നമ്മുടെ ഷോപ്പുകളിൽ ഉണ്ടെങ്കിൽ ഷോപ്പ് വളരും, കൂടെ നമ്മുടെ ടീം വളരും. അത് നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ടീമിൽ ആളുകളെ പഠിപ്പിക്കണം. നമ്മൾ ഷോപ്പ് എടുക്കുന്ന ആളുകൾ ഒരു 6 മാസം കഴിയുമ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുത്ത് ഷോപ്പ് തുറക്കണു. 1 വർഷം കഴിയുമ്പോൾ അത് 2 ലക്ഷമായി ചുരുങ്ങണു. 2 വർഷം കഴിയുമ്പോൾ അത് 1 ലക്ഷമായി ചുരുങ്ങണു. വെറുതെ അവിടെ കയറി ചെന്ന് വരുന്ന ആളുകളോട് നഷ്ടങ്ങളുടെ കണക്ക് പറയുന്നു. ഇതൊന്നും ആവരുത്. കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് RCMന്റെ കൂട്ടായ്മ നിൽക്കുകയാണെങ്കിൽ ഷോപ്പും ലാഭകരമാവും. അതിലൂടെ നമുക്ക് വലിയ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനൊക്കെ എന്ത് വേണം? കൃത്യമായിട്ട് നമ്മൾ സിസ്റ്റം പഠിപ്പിച്ചിട്ട് വേണം ഒരാളുടെ കയ്യിൽ. ഷോപ്പാണെങ്കിൽ ഷോപ്പ് കൊടുക്കാനും RCM ആണെങ്കിൽ RCM കൊടുക്കണമെങ്കിലും നമ്മളത് പഠിപ്പിച്ച് വേണം നമ്മൾ കൊണ്ടുവരാൻ. ഓവർ ടു യു സർ. தேங்க்யூ சார். ஸோ இந்த வீடியோல என்ன அப்படின்னு பாத்தீங்கன்னா, சார் சொன்ன ஒரு அற்புதமான ஒரு விஷயம் என்னன்னா, 2007ல இப்ப 2007ல எத்தனை பேர் அந்த ஹால்ல உட்கார்ந்துருக்காங்க அப்படிங்கறத நம்ம தெரிஞ்சுக்கணும். அப்ப 2007ல அத்தனை பேரை வர வைக்கிறதுக்கான ஒரு மிகப்பெரிய பொறி என்ன, மிகப்பெரிய ஒரு ஆரம்ப விதை என்ன அப்படின்னா ஒரு ஹோம் மீட்டிங் தான்.
அப்போ ஒரு ஹோம் மீட்டிங் மூலமாக ஒரு பிசினஸ் வளரும் போது அந்த ஹோம் மீட்டிங் அதுல இருந்து அப்படியே பியூசி மீட்டிங்கு நம்ம ஆளுங்களை வரவழைக்கிறோம். பியூசி மீட்டிங்ல இருந்து நம்ம ஹால் மீட்டிங் கொண்டு வரோம். இதுதான் வந்து ஒரு ரொம்ப எளிமையான ஒரு விஷயம். இந்த எளிமையான விஷயத்தை அன்னைக்கு செய்ததுனால தான் இன்னைக்கு இந்தியால வந்து பாத்தீங்கன்னா 4 கோடி ஆர்சிஎம் பிசினஸ் பண்ணக்கூடியவங்கல வெறும் 44 பேர்ல ஒரு கோர் லீடரா நான் இன்னைக்கு உட்கார்ந்து இருக்கிறேன். எனக்கு வந்து மொழி தெரியாது, எல்லா மொழியும் எனக்கு தெரியாது, எனக்கு வந்து மற்றவங்கள்ட்ட எப்படி கம்யூனிகேட் பண்றதுன்னு தெரியாது. இந்த எந்த தகுதியும் இல்லாத நான் இன்னைக்கு ஒரு முக்கியமான தீர்மானம் எடுக்கக்கூடிய 44 இருக்கக்கூடிய கோர் லீடரா இருந்தேன்னா நான் செய்த விஷயம் ரொம்ப எளிமையானது. என்னது? 1-to-1 மீட்டிங். என் டீம்ல இருக்கக்கூடிய நபர்களுக்கு எல்லார்ட்டையுமே வீட்டுல ஹோம் மீட்டிங் நடத்தினேன். அந்த ஹோம் மீட்டிங்ல இருக்கிறவங்களை என்னுடைய ஷாப் மீட்டிங் கூட்டு வந்தேன். ஷாப் மீட்டிங்ல இருந்து அவங்க எல்லாருமே ஹால் மீட்டிங் கூட்டு வந்தேன். அப்ப நான் அந்த வீடியோல பாருங்க, நம்முடைய கிரேட் சுரேந்திர அவார்ட்ஸும் நம்முடைய கோகுமார் சாரும் நம்முடைய ஜேபி சாரும் இருக்கிறாங்க. அன்னைக்கு அவங்கள தொடர்ந்து வரவழைத்ததன் விளைவுதான் சாதாரண நிலையில இருந்த நான் இன்னைக்கு ஒரு மிகப்பெரிய இந்தியாவில பேசப்படுகிற ஒரு மிகப்பெரிய லீடரா இருக்கிறேன். இன்னைக்கு வந்து பாத்தீங்கன்னா கோழிக்கோடுல என்னுடைய ஒரு மிகப்பெரிய ஷாப் இருக்கு. வெறும் 50,000 ஆரம்பிக்கப்பட்ட டேர்ன் ஓவர்ல ஆரம்பிச்ச ஒரு கடை வந்து பாத்தீங்கன்னா இன்னைக்கு வந்து பாத்தீங்கன்னா மிகப்பெரிய அளவுல வந்து டேர்ன் ஓவர் நடக்குது. கிட்டத்தட்ட 25 லட்சத்துக்கு மேல ஸ்டாக் இந்த கடையில நான் வச்சிருக்கேன். அவ்வளவு அட்ராக்ஷனான ஒரு கடை என்னது. இந்த கடையில தான் பாத்தீங்கன்னா கோழிக்கோட்ல இருக்கக்கூடிய ஒரு ரூபியாக இருக்கட்டும், கோழிக்கோட்ல இருக்கக்கூடிய ஒரு ஸ்டார் எமரால்டு, ஒரு எமரால்டாக இருக்கட்டும், ஒரு ஸ்டார் பேலா இருக்கட்டும், எல்லா பில் லெவல் இருக்கிற நபர்களும் இந்த கடையில தான் தன்னுடைய பிசினஸ் ஆரம்பிச்சாங்க. 1-to-1 மீட்டிங் மூலமாக தொடர்ந்து இந்த ஹால்ல இந்த மீட்டிங் என்னுடைய பியூசில உட்கார்ந்து பிசினஸ் பண்ணதன் விளைவாக இன்னைக்கு எல்லாருமே வந்து கோழிக்கோட்ல ஏன் கேரளாவிலேயே பேசப்படக்கூடிய மிகப்பெரிய லீடர்ஸாக இருக்கிறாங்க. அது எல்லாம் நடந்தது இந்த ஒரு வீக்லி மீட்டிங் மூலமாக தான். அதே மாதிரிதான் நம்முடைய அணியிலையும் ஒரு மீட்டிங் போது அது ஹோம் மீட்டிங் நடந்து அதை வந்து அப்படியே நம்ம பியூசி மீட்டிங்ல கன்வெர்ட் பண்ணோம் அப்படின்னா இந்த மாதிரி நிறைய எமரால்டுகளையும் ரூபிகளையும் நம்முடைய அணியில உருவாக்க முடியும். அப்போ இன்னைக்கு நம்ம தமிழ்நாட்டுல ஏதோ ஒரு இடத்துல நம்ம ஒரு பியூசி எடுக்கிறோம், ஒரு 5 லட்சம் கொடுத்து எடுக்கிறோம் அப்படின்னா 6 மாசம் ஆகும்போது வெறும் 2 லட்சம், அதுக்கப்புறம் 1 லட்சம் ஆயிடுது. நாம நம்முடைய அணியில இருக்கிற நம்ம டீம் லீடர்ஸை குறை சொல்ல ஆரம்பிச்சிடும். அந்த குறையே சொல்லாம இந்த ஒரு எளிமையான ஒரு விஷயத்த அணியில இருக்கக்கூடிய எல்லாருடைய வீட்டிலையும் ஹோம் மீட்டிங் நடத்தி அந்த ஹோம் மீட்டிங்ல இருக்கவங்கள பியூசி மீட்டிங் வரவழைச்சாலே போதும், நம்முடைய கடையோட பிசினஸ் நடக்கும், டீமோட பிசினஸ் நடக்கும். நாம எதிர்பார்க்கிற மிகப்பெரிய வாய்ப்பு ஆர்சிஎம்ல ஜெயிக்கக்கூடிய கோர் லீடர் அப்படிங்கிற பதவியும் எளிதாக அடைவதற்கு இது பெரிய அளவுல ரொம்ப சிம்பிளா நமக்கு உதவி செய்யும். எஸ் சார். ആർസിഎമ്മിൽ എങ്ങനെ നമുക്ക് വരുമാനം നേടാം? വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ അച്ചീവർ ആവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പ്രോഡക്റ്റുകളും ഇത്രയും ഔട്ട്ലെറ്റുകളും ഇത്രയും ഡിപ്പോകളുള്ള ഒരു കമ്പനിയിൽ ഞാൻ പറയുന്നത് വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് എത്താൻ പറ്റും. വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ അതിന് എങ്ങനെ ചെയ്യണം, എങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ആർസിഎമ്മിൽ എത്ര തരം ഇൻകം ഉണ്ട്? ധാരാളം ഇൻകം ഉണ്ട്. അതിൽ ഏറ്റവും മേജറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആർസിഎമ്മിൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു ചെറിയ ഇൻകം ആണ് നമ്മൾ സെൽഫ് യൂസിലൂടെ കിട്ടുന്ന ഇൻകം. രണ്ടാമത് നമുക്ക് സെയിൽസിലൂടെ കിട്ടുന്ന ഇൻകം കുറച്ചുകൂടി വലിയൊരു ഇൻകം ആണ്. മൂന്നാമത് നമുക്ക് വണ്ടർ വേൾഡ് ക്വിക്കോ പിക്കപ്പ് സെന്ററോ ഓപ്പൺ ചെയ്താൽ അതിൽ കിട്ടുന്ന ഇൻകം അതിനേക്കാളും അല്പം കൂടി കൂടുതലുള്ള ഇൻകം ആണ്. ആർസിഎമ്മിൽ ഏറ്റവും വലിയ ഇൻകം കിട്ടുന്നത് ആർസിഎമ്മിന്റെ ടീം ബിൽഡിങ്ങിലൂടെ തന്നെയാണ്. നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് ടീം ബിൽഡിങ്ങിനാണ്. നെറ്റ്വർക്കാണ് ശരിക്കും. പ്രോഡക്റ്റ് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ്, ആക്ച്വൽ പ്രൊഡക്റ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ എപ്പോഴും പറയും. പ്രൊഡക്റ്റ് നമുക്കൊരു ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ നമുക്കിതിൽ നിലനിൽക്കാനുള്ള ഒരു സംഭവമാണെങ്കിൽ ഈ ടീം ബിൽഡിംഗ് ആണ് നമുക്ക് പണം സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. അത് നമ്മൾ അറിയണം. അതിനുവേണ്ടി നമ്മൾ മാക്സിമം എഫേർട്ട് ഇടണം. അങ്ങനെ എഫേർട്ട് ഇട്ട് ടീം ബിൽഡ് ചെയ്യുന്ന ആൾക്ക് മന്ത്ലി ഗ്രോത്ത് ബോണസ് കിട്ടും, കമ്മീഷൻ കിട്ടും, റോയൽറ്റി ഇൻകം കിട്ടും, ടെക്നിക്കൽ അച്ചീവർ ബോണസ് കിട്ടും, ആനുവൽ ഗ്രോത്ത് ബോണസ് കിട്ടും. ഇതെല്ലാം ആർസിഎമ്മിന് കിട്ടും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ കറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യണം. ആർസിഎമ്മിന് ഇന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു അച്ചീവർ ആവണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളൊരു ഫ്രഷ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ അവരെ വീട്ടിൽ പോയിട്ട് അവരെ കണ്ട് അവരെ കൊണ്ട് ഒരു 100 മെമ്പേഴ്സിനെ ലിസ്റ്റ് ഇടിപ്പിക്കാം. ഈ 100 മെമ്പേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾ ഇടിപ്പിക്കുന്നു. അവരോട് പറയുന്നു ഈ 100 മെമ്പേഴ്സിനെ ഒന്ന് ഷോർട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഏറ്റവും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആള് എന്ന് തോന്നുന്ന ഒരു 30 പേരെ നിങ്ങൾ മാറ്റി വെക്കുക. പെർ ഡേ അവരോട് പോയിട്ട് ആ 30 പേരിൽ ഒരാളോട് പ്ലാൻ പറയാതെ നിങ്ങൾ വീട്ടിൽ പോരുതെന്ന് പറയാം. 30 ദിവസം കൊണ്ട് സ്വാഭാവികമായിട്ടൊരു 30 പ്ലാൻ കൊടുക്കും. ഇന്നത്തെ ആർസിഎമ്മിന്റെ ഒരു പ്രസന്റ് കണ്ടീഷനിൽ ഒരു 10 ജോയിനിങ് സുഖമായിട്ട് കിട്ടും. 100 പേരുടെ ലിസ്റ്റ് ഇട്ടു, 30 പേരെ അതിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ വേർതിരിച്ചു വെച്ചു. ആ 30 പേർക്ക് പ്ലാൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു 10 ജോയിനിങ് സുഖമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. പോകുമ്പോൾ നമ്മൾ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് കൊണ്ടുപോകണം, ആർസിഎമ്മിന്റെ ടൂൾ കൊണ്ടുപോകണം, 100% നമ്മൾ ആർസിഎമ്മിന്റെ ഡ്രസ് കോഡിൽ പോകണം. നമ്മളൊരു മാതൃക ആർസിഎമ്മുകാരനാവണം. ഉറപ്പായിട്ടും അതിലൊരു 10 ജോയിനിങ് എങ്കിലും നമുക്ക് സുഖമായിട്ട് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച്
നോക്കൂ, 10 പേരെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെയൊക്കെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഞാൻ ഒരു മാസം ഒരു 100 പേരെ കണ്ടാൽ ആ 100 പേരും എന്റെ കൂടെ RCMൽ ജോയിൻ ചെയ്യും. ഞാൻ പറഞ്ഞ ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 പേരുടെ ലിസ്റ്റ് ഇട്ട് അതിൽ നിന്ന് ഒരു 10% റിസൾട്ട് എന്ന് പറഞ്ഞാൽ 10 പേരുടെ റിസൾട്ട് ഇത് ഉണ്ടാക്കിയെടുക്കണമെന്നേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് മന്ത് സ്വാഭാവികമായിട്ടും അയാൾ 10 പേരുടെ ലീഡറാണ്. ഈ 10 ജോയിൻ ചെയ്ത ആളുകളുടെ നമ്മൾ ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കണം. അവരെ കൊണ്ട് നമ്മൾ ഒരു 100 പേരുടെ ലിസ്റ്റ് ഇടിപ്പിക്കണം. അവരെ കൊണ്ട് ആ 100 പേരിൽ നിന്ന് ഒരു 30 സ്പെഷ്യൽ കാൻഡിഡേറ്റിനെ മാറ്റി നിർത്തണം. അവരെ 1 to 1 പ്ലാൻ കൊടുക്കാൻ വേണ്ടി അവരെ പറഞ്ഞേക്കണം. അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ അവരെ പരിശീലിപ്പിച്ചിട്ട് വേണം പറഞ്ഞേക്കാൻ. അതിനുള്ള ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കണം. അവരുടെ കൂടെ പറ്റുമെങ്കിൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് പോയി കൊടുക്കാൻ പറ്റണം. ഒരു 4 പേരെ അവർ കാണുമ്പോൾ നമ്മൾ പോയി എങ്ങനെ പ്ലാൻ കൊടുക്കണം എന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിക്കണം. അത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി പോകും. അതിനുള്ള ആവശ്യമായുള്ള ഫോളോ അപ്പ് നമ്മൾ കൊടുക്കുക. അത് കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക. സ്വാഭാവികമായിട്ട് ഈ 30 പേര് പെർ ഡേ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ, നമ്മൾ 10 പേര് പെർ ഡേ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ 30 ദിവസം കൊണ്ട് 300 പ്ലാൻ നമ്മുടെ ടീം വർക്കിൽ നടക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റത്തെ മാസം നമുക്ക് സംഭവിച്ച പോലെ തന്നെ ഓരോ വ്യക്തിയിൽ നിന്നും 10 ജോയിനിങ് വെച്ച് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ടീമിൽ 100 ജോയിനിങ് ആയി. 3rd മന്ത് സ്വാഭാവികമായിട്ടും അതിന് ഡ്യൂപ്ലിക്കേഷൻ ആണ്. 10 മെമ്പേഴ്സിലൂടെ നമുക്ക് 100 പേരെ കിട്ടി. നമ്മൾ സീനിയർ ലീഡറായി. നമ്മുടെ താഴെ 10 സബ് ലീഡർമാർ വന്നു. അതിന്റെ താഴെ 100 പേര് ജോയിൻ ചെയ്ത പുതിയ കാൻഡിഡേറ്റ്സ് വന്നു. അവരുടെ ഒക്കെ വീട്ടിൽ ഈ 10 പേരെ വെച്ചുകൊണ്ട് നമ്മൾ ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ലിസ്റ്റ് ഇടിപ്പിക്കുന്നു. അവർക്ക് കൃത്യമായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് നോളജ് കൊടുക്കുന്നു. അവരെ നമ്മൾ ലിസ്റ്റ് ഇടിപ്പിച്ച് ആ ലിസ്റ്റ് പ്രകാരം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. ഒരു ദിവസം ഒരാൾക്ക് പ്ലാൻ കൊടുക്കാതെ വീട്ടിൽ പോവില്ല എന്നുള്ളത് നമ്മൾ അവരെ കൊണ്ട് ഉറപ്പ് വരുത്തിക്കണം. അതിന് കൃത്യമായിട്ട് നമ്മൾ സൂം മീറ്റിങ്ങുകൾ റെഗുലറായിട്ട് എവറി ഡേ നടത്തണം. നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത ആളുകളെ സൂമിലേക്ക് വിളിച്ചു വരുത്തണം. സൂമിലൂടെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. ഓരോരുത്തരെ ഇവരുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് നമുക്ക് പെർ ഡേ സൂമിലൂടെ കൊടുക്കാം. എന്തായിരുന്നു പോയത് ഇന്നത്തെ റിസൾട്ട്, എത്ര പേരെ നിങ്ങൾ ഇന്ന് കണ്ടു, എത്ര പേർക്ക് പ്ലാൻ കൊടുത്തു, അവരുടെ ഭാഗത്തു നിന്നുള്ള റിസൾട്ട് എന്തായിരുന്നു, അവരെ നമുക്ക് എന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും, അവരെന്തൊക്കെ മറുപടി പറഞ്ഞു, അവർ ചിലപ്പോൾ നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാം. ഇതിനൊക്കെ നിങ്ങളുടെ അപ്ലൈ ലീഡേഴ്സിനെ കൂടി നിങ്ങളുടെ സൂം മീറ്റിംഗിലേക്ക് നമുക്ക് അസോസിയേറ്റ് ചെയ്യിക്കാം. 100 പേര് 30 ദിവസം കൊണ്ട് 30 പേർക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടീമിൽ 3000 പ്ലാൻ നടക്കും. 3-ാമത്തെ മാസം 3000 പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10 ജോയിനിങ് വെച്ചിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 1000 ജോയിനിങ് സുഖമായിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. 1000 ജോയിനിങ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോളൂ, 1000 പേര് RCMൽ മെമ്പർഷിപ്പ് എടുക്കാൻ 2000 രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് 20 lakh ടേൺ ഓവർ നടക്കും. 10 ലക്ഷം PV കിട്ടും. നിങ്ങൾ RCMന്റെ പേൾ അച്ചീവർ ആയിട്ട് മാറി. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് RCM ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മൾ കൃത്യമായിട്ടുള്ള അവയർനെസ് ടീമിന് കൊടുക്കുന്നില്ല. അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറായാൽ അച്ചീവ്മെന്റുകളുടെ പെരുമഴയായിരിക്കും തമിഴ്നാട്ടിൽ വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതൊരു സ്ട്രക്ചർ ആക്കി എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കൂ. അച്ചീവ്മെന്റ് നിങ്ങളുടെ കൂടെ ഓടി വരും. ഓവർ ടു യു രാജ് സർ. தேங்க்யூ சார். ஸோ அடுத்ததா பார்த்தீங்கன்னா RCMல நம்ம எப்படி வருமானம் சம்பாதிக்கலாம் அப்படிங்கிறதான். ஸோ இதில் வந்து பார்த்தீங்கன்னா ரொம்ப ஈஸி, ஒரு 6 விதமான வருமானம் இருக்குது. அது எப்படின்னு பார்த்தீங்கன்னா, நம்முடைய RCM கம்பெனி எடுத்த வரைக்கும் நமக்கு வந்து பார்த்தீங்கன்னா எல்லா விதமான வாய்ப்பும் அதில் இருக்குது. அதாவது இந்த அளவுக்கு டிப்போக்கள், இந்த அளவுக்கு ஷாப்புகள் வந்து வேற எந்த ஒரு பிசினஸையும் இல்லை. ஸோ நெட்வொர்க் மார்க்கெட்டிங்லேயே ஒரு மிகப்பெரிய மாற்றத்தை நம்முடைய RCM மூலமாக நம்ம பண்ணிட்டு இருக்கோம். அதில் வந்து பார்த்தீங்கன்னா இந்த செல்ஃப் யூஸ், பொருளை யூஸ் பண்றது மூலமாக வருமானம், அந்த பொருளை நம்ம சேல்ஸ் பண்றது மூலமாக வருமானம், அது ஒரு ஷாப் எடுத்து செய்வதன் மூலமாக வருமானம், அதை விட மிகப்பெரிய அளவில் நமக்கு வருமானம் எதுல கிடைக்குதுன்னா டீம் பில்டிங் மூலமாக மட்டும்தான். ஒரு மிகப்பெரிய டீம் பில்டிங்கை உருவாக்கும் போது RCM மூலமாக அளவுக்கு அதிகமான நம்ம எதிர்பார்க்கிற, நம்ம என்ன லட்சிய பாதையில நம்ம போற வருமானம் எதிர்பார்க்கிறோமோ அது இதுல கிடைக்கும். ஸோ அது எப்படி கிடைக்குது அப்படின்னு பாத்தீங்கன்னா, நம்முடைய RCM பிசினஸ்ல நாம வந்து ப்ராடக்ட் மூலமாக நம்ம இந்த வாய்ப்பை எடுக்கலாம். பொதுவாகவே மார்க்கெட்டில் இருக்க ப்ராடக்ட்டுக்கும் RCM இருக்கிற ப்ராடக்ட் என்ன வித்தியாசம் அப்படின்னா, வெளியே ப்ராடக்ட் சேல்ஸ் பண்றாங்க, இங்க ப்ராடக்ட் மூலமா நம்ம வாய்ப்பை கொடுக்கிறோம். ஒருத்தருடைய வாழ்க்கையில நெட்வொர்க் மூலமாக அவர் லட்சிய பாதையில வெற்றி பாதையில போறதுக்கான அவர் எதிர்பார்க்கிற வருமானத்தை வாய்ப்பா கொடுக்கறதா இங்க ப்ராடக்ட் அப்படிங்கிறத நம்ம தெரிந்து கொள்ள வேண்டும். ஸோ டீம் பில்டிங் மூலமாக நமக்கு வருமானம் இருக்குது. அதன் மூலமாக பாத்தீங்கன்னா நமக்கு மந்த்லி போனஸ், ஆனுவல் போனஸ், ராயல்டி இன்கம், அதுக்கப்புறம் டெக்னிக்கல் இன்கம்னு நிறைய இன்கம் வந்து இன்னைக்கு நமக்கு RCMல இருக்குது. அப்ப இந்த இன்கம்லாம் நமக்கு வேணும், இந்த 6 விதமான இன்கம் நமக்கு வேணும்னா நம்ம செய்ய வேண்டிய, ஒரு ஃப்ரெஷரா ஒருத்தர் நம்ம டீம்ல வராருன்னா அந்த நியூ ஜாயினிங் செய்ய வேண்டிய ஒரு விஷயம் என்னன்னா, ஜாயின் பண்ண 2-3 நாள்லயே அவர் வீட்டுக்கு போயிட்டு அவர் கூட உட்கார்ந்து முதல்ல அவருடைய 100 பேர் லிஸ்ட் எடுக்கணும். அவருக்கு தெரிஞ்ச அந்த 100 பேர் லிஸ்ட்டை முதல்ல எடுக்கணும். அந்த 100 பேர் லிஸ்ட்லயும் வந்து பாத்தீங்கன்னா 30 பேரை செலக்ட் பண்ணி தனியா வைக்கணும்.
அந்த 30 பேரையும் செலக்ட் பண்ணி தனியா வச்சு இந்த 30 பேர்கிட்டையும் ஒரு நாளைக்கு ஒரு பிளான் அப்படின்னு சொல்லிட்டு ஒவ்வொரு வீட்டுக்கு போய் உட்கார்ந்து 1-to-1 பிளானிங்ல இந்த பிளானை சொல்லும் போது நமக்கு 10 நபர்கள் கிடைப்பாங்க. இந்த 10 நபர்கள் வந்து பாத்தீங்கன்னா சரியான முறையில அவங்களுக்கு வந்து ஃபாலோ அப் நம்ம சொல்லி கொடுத்து பிளான் எடுப்பது எப்படிங்கறத நம்ம சரியான நாலேஜா கொடுத்து அவங்களையும் இந்த 10 நபர்களையும் வந்து பாத்தீங்கன்னா இதே மாதிரி மாதம் அவங்க டீம்ல 30 பிளானை கொண்டு வந்தாங்க. அப்படி பாத்தீங்கன்னா அவங்க டீம்லயும் வந்து பாத்தீங்கன்னா ஒரு நபர் வந்து 10 பேருக்கு பிளான் சொல்லும்போது 30 பேர் ஒருத்தர் இது பண்றாரு. அந்த 30 பேர்ல அவர் என்ன பண்றாரு, 10 பேர் தான் ஜாயின் பண்ண வைக்கிறாரு. அப்ப அந்த 10 பேர் வந்து பாத்தீங்கன்னா 300 பிளான் மூலமாக நமக்கு 100 ஜாயினிங் கிடைக்கும். இப்ப இந்த 100 ஜாயினிங் என்ன பண்றதுக்கு நம்ம டீம்ல நேரடியா போய் பார்க்கணும்னு அவசியம் இல்லை. ஒரு ஜூம் மீட்டிங் மூலமா அவங்கள கான்டாக்ட் பண்ணி இன்னைக்கு எத்தனை பேர்கிட்ட போய் நீங்க பேசுனீங்க, எப்படி பிளான் சொன்னீங்க, அதுல எத்தனை பேர் ரிஜெக்ட் பண்ணாங்க, அதுக்கு நீங்க எப்படி ரிப்ளை பண்ணீங்க அப்படிங்கிற மாதிரி அவங்களுக்கு அந்த தகவலை அவங்க புரிய வச்சு நாலேஜை கொடுத்தோம் அப்படின்னா அவங்களுக்கு அதுல ஏதாவது டவுட் இருந்ததுன்னா அந்த ஜூம் மீட்டிங்லேயே நம்முடைய அப்ளைன் லீடர்ஸை உட்கார வச்சு அவங்களுக்கு அந்த டவுட்டை கிளியர் பண்ணி கொடுத்தோம் அப்படின்னா சரியாக நம்ம வந்து ஃபாலோ பண்ணோம் அப்படின்னா நம்முடைய அணியில வந்து பாத்தீங்கன்னா 100 பீப்புள் இணைந்து 3000 பிளான் ஒரு மாசத்துல கொடுப்பாங்க. அப்ப 3000 பிளான் கொடுக்கும்போது கிட்டத்தட்ட ஒரு மாசத்துக்கு 1000 ஜாயினிங் வரும். இந்த 1000 ஜாயினிங்ல வெறும் 2000 ரூபாய், நம்ம ஆர்சிஎம் என்ன சொல்றோம், ஒரு இணைஞ்சு நம்ம பிசினஸ் பண்றதுக்கு வெறும் 2000 ரூபாய் பொருள் வாங்கினா போதும். இந்த 1000 நபர்களும் 2000 ரூபாய்க்கு பொருள் வாங்கினீங்கன்னா உங்க டீம்ல ஒரு மாசம் 20 லட்சம் ரூபாய்க்கு பிசினஸ் நடக்கும். இந்த 20 லட்சம் ரூபாய் பிசினஸுக்கு 10 லட்சம் பிவி கிடைக்கும். நீங்க ஒரு பேர்ல் அப்படிங்கிற ஒரு பின் லெவலுக்கு இதுல வர முடியும். அப்போ எவ்வளவு சிம்பிளா இருக்கு பாருங்க. அப்ப சிம்பிளா இருக்கிறதுக்கு நம்ம செய்ய வேண்டிய வேலை என்ன, இதை டெடிகேட்டடா செய்யணும். நம்முடைய அணியில இணையிற ஒவ்வொரு பிரச்சனைக்கும் நம்முடைய சுதீஷ் சார் என்ன சொல்றாரு, நான் நினைச்சேன்னா இன்னைக்கு நான் போனேன்னா 100 பேரையும் ஜாயின் பண்ண வைப்பேன் அப்படின்றாரு. ஒரு நாளைக்கு ஒரு பிளான் சொல்லிட்டு 100 பேர் இருந்தா அந்த 100 பேரையும் நான் ஜாயின் பண்ண வைப்பேன் அப்படின்னு சொல்றாரு. அந்த அளவுக்கு நாம வந்து பண்ண முடியும்ன்றாரு. ஆனா ஒரு ஃப்ரெஷரா இருக்கிறவர் அட்லீஸ்ட் ஒரு 100 பேர்ல 30 பேரை தேர்ந்தெடுத்து அந்த 30 பேருக்கு பிளான் சொல்லி ஒரு 10 பேர் ஜாயின் பண்ணாலே ஒரு 3 மாசத்துல உங்க அணியில ஒரு பேர்ல் பின்னாக வர முடியும். அந்த அளவுக்கு ஆர்சிஎம் சிம்பிள். ஆனா அதற்கான டெடிகேஷனும் நாலேஜும் டீம் கூட உட்கார்ந்து அந்த அர்ப்பணிப்போட செய்தோம்னா நீங்க நினைக்கக்கூடிய வருமானத்தை அதில் அடைய முடியும். எஸ் சார். சார் மியூட்டட் சார், மியூட் ആയി. ഇനി നമുക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ഒരുപാട് ടാർഗറ്റുകൾ നമുക്ക് തരാറുണ്ട്, ഒരുപാട് ഓഫറുകൾ നമ്മൾ തരാറുണ്ട്. ഒന്നും വിട്ടുപോരുത്. ആർസിഎമ്മിലേക്ക് വന്ന് ഞാൻ ആദ്യമായിട്ട് വിദേശ രാജ്യം വിസിറ്റ് ചെയ്യുന്നത് 2015 കമ്പനി വെച്ചിരിക്കുന്ന ന്യൂട്രിചാർജിന്റെ ഒരു ഓഫറിലൂടെ ഫസ്റ്റ് ഞാൻ സിംഗിൾ ആയിട്ട് തായ്ലൻഡിൽ പോയി. നെക്സ്റ്റ് തവണ കമ്പനി കപ്പിൾ ഓഫർ വെച്ചു. ആ കപ്പിൾ ഓഫർ അച്ചീവ് ചെയ്ത് ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് ഞാൻ തായ്ലൻഡിൽ പോയി. പിന്നീട് ഞാൻ കീസോളിനെ ബേസ് ചെയ്തിട്ട് കമ്പനിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഞാൻ വിയറ്റ്നാമിൽ പോയി. പിന്നീട് ഞാൻ ഗാമ ഓർഗനൈസേഷനോട് ടാർഗറ്റിനെ ബേസ് ചെയ്ത് ഞാൻ ഇന്തോനേഷ്യയിൽ പോയി. ഇപ്പതായി നെക്സ്റ്റ് മെയ് മാസത്തിൽ ഞാൻ ഹോങ്കോങ്ങിലേക്ക് പോകുന്നു. നമുക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നോ അതെല്ലാം നമുക്ക് ആർസിഎമ്മിലൂടെ കിട്ടും. ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതി 2025 ഏപ്രിൽ മാസം 26-ാം തീയതി മുംബൈയിൽ വെച്ചിട്ട് ന്യൂട്രിചാർജിന്റെ വലിയൊരു സെലിബ്രേഷൻ നടക്കുകയാണ്. ജസ്റ്റ് 30 പീസ് ന്യൂട്രിചാർജ് വുമൺ നമുക്ക് മാർച്ചിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ബോംബെയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ആയിട്ടുള്ള ഷൺമുഖാന്റെ ഓഡിറ്റോറിയത്തിൽ ശരിക്കും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നായിരിക്കണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കേണ്ടത് എന്ന് തമിഴ്നാടിന്റെ ലീഡേഴ്സ് ഒരു തീരുമാനമെടുത്താൽ നോ ഡൗട്ട് അത് തമിഴ്നാട് തന്നെയായിരിക്കും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. അവിടെ സ്റ്റേജിലേക്ക് വിളിക്കും, റെക്കഗ്നേഷന് സ്റ്റേറ്റ് വൈസ് വിളിക്കും. അവിടെ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ 3 മാസം നിങ്ങളൊന്ന് ആഞ്ഞു ശ്രമിച്ചാൽ തമിഴ്നാടിനെ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ അച്ചീവർമാരെ പങ്കെടുപ്പിക്കുന്ന ലീഡർമാരാക്കി മാറ്റാം. ഈ പ്ലാറ്റ്ഫോമിലുള്ള ലീഡർമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരു 5 പേരെ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ പറ്റിയാൽ, ലീഡേഴ്സ്, റോയൽറ്റി ആൻഡ് അബോവ് ലീഡേഴ്സ് 5 പേരെ പങ്കെടുപ്പിക്കാൻ പറ്റിയാൽ റോയൽറ്റി അച്ചീവേഴ്സിന് അവിടെ ഷൂർവീർ കിട്ടും എന്ന് പറഞ്ഞാൽ തലപ്പാവ് കിട്ടി റെക്കഗ്നേഷൻ കിട്ടും. 10 പേരെ പങ്കെടുപ്പിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് കപ്പിളായിട്ട് പങ്കെടുക്കാം, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഗിഫ്റ്റുകൾ കിട്ടും. അങ്ങനെ അത് എണ്ണം കൂടുന്നതിനനുസരിച്ച് കിട്ടുന്ന ബെനിഫിറ്റുകളുടെ എണ്ണം കൂടും. അപ്പൊ ലീഡേഴ്സും ഇതിന് വേണ്ട രീതിയിൽ നല്ലൊരു പ്രൊമോഷൻ കൊടുക്കണം. നമ്മുടെ ടീമിൽ നിന്ന് മാക്സിമം ആളുകൾ അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഇതൊക്കെ കേട്ട് ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ കിട്ടി. 2025 ജനുവരിയാണ്, തുടക്കമാണ്. ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാണ്. ഈ വർഷം നമ്മുടേതായി മാറണം, നമ്മൾ ആഞ്ഞു പിടിക്കണം. അതിനുവേണ്ടി ഒരു നല്ല പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം.
അതിന് തമിഴ്നാടിന്റെ ലീഡേഴ്സിന്റെ ഒരു കൂട്ടായ്മ നമുക്ക് വേണം. ഓരോ ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെയും താഴെ വരുന്ന ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പരസ്പരം ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവരുത്, ഒരു ഈഗോ നമുക്ക് ഉണ്ടാവരുത്, ആരുമായിട്ട് ഒരു ഇടച്ചിൽ നമുക്ക് ഉണ്ടാവരുത്. കാരണം നമ്മുടെ താഴെ വരുന്ന ആളുകളുമായിട്ട് നമ്മൾ ഒരിക്കലും ഇടഞ്ഞു നിൽക്കുന്ന പ്രശ്നമേ ഉണ്ടാവരുത്. കാരണം അവരുടെ ബിസിനസ് നമ്മുടെ വളർച്ച. അവരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചിരിച്ചുകൊണ്ട് കേൾക്കാം. നമുക്ക് അതിനുള്ള മറുപടി ശാന്തമായിട്ട് നമുക്ക് കൊടുക്കാം. അവരെ കൂട്ടത്തോടു കൂടി നമ്മളുടെ കൂട്ടായ്മയിൽ നമുക്ക് നിലനിർത്താം. അത് നമുക്ക് വലിയ അച്ചീവ്മെന്റിൽ കാരണമാവും. അങ്ങനെ നിങ്ങൾ നല്ലൊരു വിഷൻ നിങ്ങളുടെ ടീമിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ നല്ല മോട്ടിവേറ്റഡ് ആവും. സ്വാഭാവികമായിട്ടും ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ നല്ല മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ ഒരു എനർജിയോട് കൂടി നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങും എന്നുള്ളത് എനിക്കറിയാം. ന്യൂ ഇയർ ആകുമ്പോൾ ഒരു പുതിയ റെസൊല്യൂഷൻ ഒക്കെ തയ്യാറാക്കി നിങ്ങൾ തയ്യാറായിട്ട് ഇറങ്ങും. ഇത് നമ്മൾ 2025-ലല്ല, 2024-ലും 2023-ലും 2022-ലും 2021-ലും 2020-ലും ഒക്കെ നമ്മുടെ ഓരോ ന്യൂ ഇയർ വരുമ്പോഴും തുടക്കത്തിൽ നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കും. ഈ വർഷം നമുക്ക് അടിച്ചു പൊളിക്കണം, ഈ വർഷം നമ്മുടെ ബിസിനസ് ഗംഭീരമാക്കണം. ഇന്നത്തെ ക്ലാസ് ഉഷാറാണ്, ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. ഞാൻ ഇന്നൊരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള 100 പേരുടെ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റ് പ്രകാരം ഞാൻ നാളെ തൊട്ട് ഒരാൾക്ക് പ്ലാൻ കൊടുക്കാതെ എൻ്റെ വീട്ടിൽ പോയില്ല. ഈ മാസം ഞാൻ 10 ജോയിനിങ് എടുക്കും. അടുത്ത മാസം ആ 10 പേരെ കൊണ്ട് ഞാൻ 100 പേരുടെ ലിസ്റ്റ് ഇടിക്കും. അടുത്ത മാസം എൻ്റെ ടീമിൽ ഞാൻ 100 ജോയിനിങ് എടുക്കും. മൂന്നാമത്തെ മാസം ആ 100 പേർക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കും. മൂന്നാമത്തെ മാസം പൂർത്തിയാകുമ്പോഴേക്കും എൻ്റെ ടീമിൽ 1000 പേര് വരും. അതിലൂടെ അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പേളാവും. ഇതൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കറിയാം ഇന്നത്തെ ആ ഒരു എനർജി, ഈ ഒരു എനർജി വെച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്ത് ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് 100 ലിസ്റ്റ് ഇടും. പക്ഷേ സ്വാഭാവികമായിട്ടും നാളെ ആവുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതങ്ങളും ചുറ്റുപാടും കൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന എനർജി അല്പം ഒന്ന് ലൂസാവും. ഏകദേശം സെക്കൻഡ് ഡേ ആവുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലേക്ക് നിങ്ങൾക്ക് എത്തും. തേർഡ് ഡേ ആവുമ്പോഴേക്കും ഞാൻ ഇന്ന് തന്നിരിക്കുന്ന എനർജി വീണ്ടും കുറയും. അത് ഏകദേശം ഈ രൂപത്തിലേക്കാവും. ഫോർത്ത് ഡേ ആവുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ തമ്മിൽ കണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയും. നിങ്ങൾ സ്വാഭാവികമായിട്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. നിങ്ങളുടെ എനർജിയും പഴയ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. അത് ഉണ്ടാവരുത്. ഈ ഫസ്റ്റ് ഡേ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അതേ എനർജിയോട് കൂടി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ RCMൽ വിത്തിൻ 3 months തന്നെ നിങ്ങൾ പേളായിട്ടുണ്ടാവും. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെയിലി ആക്ഷൻ ആണ്. അത് വിട്ടുള്ള ഒരു കളി നിങ്ങൾക്ക് ഉണ്ടാവരുത്. ആ ഒരു എനർജിയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് RCM. ഓവർ ടു യു രാജ് സാർ. தேங்க்ஸ் சார், தேங்க்ஸ் ஸோ மச். ஸோ இதில் ரொம்ப முக்கியம் என்ன அப்படின்னு பார்த்தீங்கன்னா ஆஃபர்ஸ், நம்ம கம்பெனி கொடுக்கக்கூடிய டார்கெட்ஸ். அதில் வந்து பார்த்தீங்கன்னா நம்முடைய நியூட்ரிசார்ஜ் வந்து தொடர்ந்து நமக்கு நிறைய டார்கெட்ஸ் கொடுக்குறாங்க. இந்த டார்கெட்ஸ் நம்முடைய டீமை வழி நடத்துறதுக்கும் ஒரு சக்ஸஸுக்கு நமக்கு உதவி பண்ணும். இப்போ நம்ம சார் சொன்ன ஒரு அற்புதமான விஷயம் என்ன அப்படின்னு பார்த்தீங்கன்னா 2015 நியூட்ரிசார்ஜ் கொடுத்த ஒரு ஆப்பர்ச்சுனிட்டி யூஸ் பண்ணி தாய்லாந்து நான் போயிட்டு வந்தேன். அதுக்கப்புறம் பாத்தீங்கன்னா கப்புலா வந்து அடுத்த வருஷமே நானும் என்னுடைய மனைவியும் வந்து மறுபடியும் தாய்லாந்து போயிட்டு வந்தோம். அதுக்கப்புறம் பாத்தீங்கன்னா வியட்நாம், நம்முடைய காமா ஒரிஜினல் கொடுத்த ஒரு ஆப்பர்ச்சுனிட்டி, கீசோல் கொடுத்த ஆப்பர்ச்சுனிட்டி வச்சு வியட்நாம் போயிட்டு வந்தேன். அப்புறம் காமா ஒரிஜினல் இது வந்து கொடுத்த ஆப்பர்ச்சுனிட்டி வச்சு இந்தோனேஷியா போயிட்டு வந்தேன். இப்ப மறுபடியும் ஹாங்காங் போறேன். இதெல்லாம் எப்படி இந்த கம்பெனி கொடுத்த இந்த ஒரு சாதாரண ஒரு ஆஃபரை டார்கெட்டை சரியாக செய்வதன் மூலமாக என்னால போக முடிஞ்சதுன்னா உங்களாலையும் இதுல போக முடியும். அப்போ வருகிற ஏப்ரல் மாதம் நம்முடைய 26ஆம் தேதி மும்பைல ஒரு மிகப்பெரிய சண்முகா ஆனந்த் அப்படின்னு சொல்லக்கூடிய ஒரு மிகப்பெரிய 7 ஸ்டார் ஹோட்டல்ல இந்த நியூட்ரிசார்ஜ் செலிப்ரேஷன் நடக்குது. இதற்கு ரொம்ப சிம்பிள். வெறும் இந்த மார்ச்சுக்குள்ள 30 நியூட்ரிசார்ஜ் உமன் யாரெல்லாம் செய்கிறார்களோ அவர்கள் எல்லாரும் அந்த பார்ட்டிசிபேட்ல கலந்து செய்ய முடியும். லீடர்ஸா இருக்கிறவங்க, டெக்னிக்கல்ஸ், ராயல்டி அண்ட் அபோவ் இருக்கிறவங்க என்ன பண்ணுங்க, அவங்களுடைய அணியில ஒரு 5 நபரை இதை செய்ய வச்சாலோ இல்ல அவரோட அடியில 10 நபர்ல செய்ய வச்சாலோ அவங்களுக்கும் தலைப்பாகை அப்படின்னு மேல ஒரு பெரிய தலைப்பாக வச்சு நமக்கு வந்து இந்த ஆப்பர்ச்சுனிட்டியை கொடுத்து நிறைய கிஃப்ட் நமக்கு கொடுக்குறாங்க. அப்போ என்ன பண்ணும், லீடர்ஸ்கள் ஒன்றிணைந்து நம்முடைய அணியில இருக்கிற ஒவ்வொரு நபருக்கும் தமிழ்நாடு, ஏன்னா ஸ்டேட் வைஸா கூப்பிடும்போது தமிழ்நாட்டுல இருந்து அதிகமான ஆளுகள் அங்க போயிருக்கணும் அப்படிங்கிற ஒரு மிகப்பெரிய ஒரு உறுதிமொழியோட நம்ம வந்து செயல்பட்டோம் அப்படின்னா கண்டிப்பாக தமிழ்நாடு முதலிடமாக அந்த டீம் மேடையில வந்து நிரம்பி நிற்பாங்க. ஸோ அதற்கான சபதத்தோட இந்த வருடத்துல நம்ம டீம்ல எல்லாரையும் இந்த நியூட்ரிசார்ஜ் கொடுத்த எல்லா ஆஃபரையும் நம்ம யூஸ் பண்ண வைக்கலாம். ரெண்டாவது, இந்த 2025 ஒரு நியூ இயர் ரெசல்யூஷன் நம்ம எடுத்திருக்கோம். ஸோ ஒவ்வொரு வருடமும் நம்ம எடுக்கிறோம். ஆனா இந்த 2025 ஜனவரி ஆரம்பிக்கும் போது நான் உங்க எல்லாருக்குமே வந்து புத்தாண்டு வாழ்த்து நான் சொல்லிக்கிறேன். அதே நேரம் இந்த 2025 நியூ இயர் ரெசல்யூஷன் எடுக்கும்போது நான் சொன்ன இந்த விஷயங்கள் எல்லாமே உங்க மைண்ட்ல வரும். நம்ம போறோம், இன்னைக்கு 30 பேரை செலக்ட் பண்றோம், அந்த 30 பேருக்கும் பிளான் கொடுக்குறோம், 3 மாசத்துல நம்ம வந்து எளிதாக வந்து பியல ஆயிடுறோம் அப்படின்னு சொல்லிட்டு நம்ம முதல் நாள் ஆரம்பிப்போம். எப்படி இங்க ஒருத்தர் எக்ஸசைஸ் செய்யறாரோ அது மாதிரி முதல் நாள் ரொம்ப ஃப்ரெஷ்ஷா ஆரம்பிப்போம். அப்புறம் கொஞ்ச நாள் நாளைக்கு ஆனோன்னு 4 பேர் பேச்சை கேட்ட உடனே இதெல்லாம் நமக்கு செய்யறதுன்னு கொஞ்சம் நம்மகிட்ட இருக்கக்கூடிய அந்த முயற்சி கொஞ்சம் குறையும். ஸோ அதுக்கப்புறம் பார்த்தீங்கன்னா 3ஆம் நாள் ஆன உடனே நம்ம ஆள் அப்படியே கொஞ்சமா வந்து ரிலாக்ஸ் ஆவாரு. 4th போட்டோல வந்து பாருங்க, நம்ம வாழ்க்கை என்னைய அது படுத்தே விட்டான் அப்படின்னு. அப்ப முதல் நாள் எவ்வளவு எனர்ஜி இருந்தானோ 4ஆவது நாள் ஆள் தூங்கி படுக்க ஆரம்பிச்சிடும். வழக்கம் போல அலாரத்தை கட் பண்ணிட்டு
தூக்கி பொறுமையா எழுதுக ஆரம்பிச்சிரும். அப்போ அந்த மாதிரி இருக்கக்கூடாது. நம்ம எடுத்த அந்த ரிசல்யூஷன்ல சரியாக இருந்து ஆக்ஷன்ல நம்ம இறங்கினோம் அப்படின்னா 3 மாசத்துல நம்மளால அச்சீவ் பண்ண முடியுமா? கட்டாயம் அச்சீவ் செய்ய முடியும். தமிழ்நாட்டில் இருக்கக்கூடிய இங்க இருக்கிற லீடர்ஸுக்கு அந்த கெப்பாசிட்டி இருக்கு, கொள்ளளவு இருக்கு. ஸோ எனர்ஜியோட செயல்படுவோம். எல்லா லீடர்ஸும் ஒன்றிணைவோம். உங்க டீம்ல வந்து நடக்கக்கூடிய சண்டை சச்சரவுகள் எல்லாம் வந்து கணக்கெடுக்காம அமைதியாக, ஏன்னா நம்ம கீழே இருக்கிறவங்க வளர்ந்தாதான் நம்ம வளர முடியும். அப்ப அமைதியாக பொறுமையாக அவங்க சொல்றதை கேட்டு செவி கொடுத்து நம்ம ஒன்றாக ஒற்றுமையோட இணைந்தோம் அப்படின்னா தமிழ்நாடு மிகப்பெரிய டீமாக நம்ம ஆர்சிஎம்ல ஜெயிக்கும். இந்த 2025 அதற்கான ஒரு மிக ஆரம்பம், சிறப்பான ஆரம்பம் அப்படிங்கிறது நான் எல்லாருக்கும் சொல்லிக்கிறேன். ஸோ ஜெய் ஆர்சிஎம் சொல்லி நான் இதை முடிச்சுக்கிறேன். எஸ் சார். ഓക്കെ, അപ്പോ ഇന്നത്തെ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് ആയിരുന്നു നമ്മൾ കമലാ സാറിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിവേ ലീഡേഴ്സ് ആണോ താഴെയുള്ളവരാണോ എത്ര പേര് ഇതിലുണ്ട് എന്ന് എനിക്കറിയില്ല. എനിവേ നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റിയ റൈറ്റ് ടൈമാണ്. RCM വളരെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിൽവർ ജൂബിലി ഇയർ ആണ്. വരുന്ന സെപ്റ്റംബർ മാസം 31-ാം തീയതിയെങ്കിലും 3 മാസത്തെ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ 9 മന്ത് എടുത്താലും അടുത്ത സെപ്റ്റംബർ 31-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കണം. RCMന്റെ ടെക്നിക്കൽ അച്ചൂർ ആയിരിക്കും ഞാൻ. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഓഡിറ്റോറിയത്തിൽ ആ ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുമ്പോൾ TCGയുടെ സാന്നിധ്യത്തിൽ ഞാനൊരു ട്രോഫി വാങ്ങിച്ചിരിക്കും. ഇത് എൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ് എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. അതിന് ഒരു റെസ്റ്റും ഇല്ല. അതില്ലാതെ ഇനി നമ്മുടെ മുമ്പിൽ ഒരു റെസ്റ്റും ഇല്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. സക്സസ് നിങ്ങളെ കൂടെ ഉണ്ടാവും. അതിനു വേണ്ടിയുള്ള ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ TCGയും ഇന്ത്യയിലെ റൈസിംഗ് കോ ലീഡേഴ്സ് ആൻഡ് കോ ലീഡേഴ്സ് ഈ വരാൻ പോകുന്ന സിൽവർ ജൂബിലി ആനിവേഴ്സറി സക്സസ് ആക്കാനും ഗംഭീരമാക്കാനും വേണ്ട ചർച്ചകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീരുന്ന ഇതേ ടൈമിൽ തന്നെ അതും തീരുകയും ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വലിയ സക്സസ് ഉണ്ടാവട്ടെ, വലിയ രീതിയിൽ നിങ്ങൾ ഡെവലപ്മെന്റ് ഉണ്ടാവട്ടെ, വലിയ അച്ചീവറായിട്ട് 2025 നിങ്ങളെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓവർ ടു യു. ഇത്ര സുന്ദരമായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത രാജ് സാറിനോട് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് മൈക്ക് ഞാൻ കാമരാജ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. JRCM ഇതുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുത്തോളൂ. எஸ் சார். ஸோ சார் சொன்ன ஒரு விஷயம், நல்ல ஒரு விஷயம் என்ன அப்படின்னு பார்த்தீங்கன்னா, ஸோ இந்த எனர்ஜியோட நம்ம இந்த வருஷத்தை நம்ம வந்து துவக்குவோம். ஸோ வர 2025 பார்த்தீங்கன்னா டெல்லியில இந்திரா காந்தி ஸ்டேடியத்துல நமக்கு ஒரு மிகப்பெரிய சில்வர் ஜூப்ளி அப்படிங்கிற ஒரு ஆப்பர்ச்சுனிட்டி நமக்கு இருக்குது. 25வது வருடம் நாம வந்து கொண்டாட போறோம். ஸோ இந்த வருடத்துல நம்ம ஒரு மிகப்பெரிய ரிசல்யூஷன் 3 மாசம் பிளான் நான் சொன்னேன். இந்த 3 மாசம் பண்ணக்கூடிய இந்த பிளானை நீங்க செப்டம்பர் 31 வரைக்கும் செய்தா கூட அந்த டெக்னிக்கல் அப்படிங்கிற ஒரு அச்சீவ்மெண்ட் நம்ம அடைய முடியும். TCG ஐயா கையால நான் டெக்னிக்கல் பின்ன வாங்குவேன் அப்படிங்கிற ஒரு உறுதியோட நம்ம வந்து செயல்பட்டோம் அப்படின்னா வருகிற சில்வர் ஜூப்ளி நம்ம மேடை ஏறுவோம். ஸோ அதற்கான சர்ச்சை தான் இங்க பக்கத்துல ஒரு வீடியோ, ஒரு கான்ஃபரன்ஸ் அங்க Zoom மீட்டிங் நடந்துட்டு இருக்கு. 2025 சில்வர் ஜூப்ளியை எந்த அளவுக்கு பிரம்மாண்டமா ஆக்க போறோம்னு நம்முடைய TCG அண்ட் குழு வந்து உட்கார்ந்து பேசி அதுக்கான வேலைகளை இறங்கிட்டு இருக்காங்க. அப்போ நாம முடிவெடுப்போம். தமிழ்நாட்டுல 2025 சில்வர் ஜூப்ளி மேடை நாம ஏறுவோம். நாம எல்லாருமே டெக்னிக்கல் ஆவோம் அப்படிங்கிற அந்த முழு முயற்சியோடையும் அந்த உறுதியோடையும் அந்த ஒரு எப்படி சொல்றது, அந்த எனர்ஜியோட நம்ம செயல்பட்டோம் அப்படின்னா 2025 சில்வர் ஜூப்ளி நமது அப்படிங்கிறத சொல்லி நான் வந்து நம்ம காமராஜ் சார் கையில நான் கொடுக்க சொல்றேன் சார். தேங்க்யூ சார். வாழ்த்துக்கள் ராஜு சார். ஃபர்ஸ்ட் கிளாஸ் டிரான்ஸ்லேஷன், ஃபர்ஸ்ட் கிளாஸ் மோட்டிவேஷன் மை டியர் சுஜித் சார். சுஜித் சாரால தான் நாங்கள் வளர்ந்தோம். சார் பார்த்தீங்கன்னா 2009 அவர் இதே தான் பேசிக் தான். அதே மாதிரி லிஸ்ட் மேக்கிங் தான். லிஸ்ட் மேக்கிங்ல சுஜித் சாருடைய ஸ்டைலே வேற. அவர் வந்து 100 பேர்த்த எழுத சொல்லி அதுல ஒரு 30 பேர்த்த செலக்ட் பண்ணி அந்த 30 பேர்த்துல நீங்க பிளான் கொடுத்து அந்த 30 பேர்த்த வச்சு நீங்க பண்ணுனா 1 மாசம் 2 மாசம் 90 டேஸ்ல உங்களால 1000 பேர்த்த கொண்டு வர முடியுங்கிறது அன்னைக்கு சொன்னாரு. இன்னைக்கு அதுதான் சொல்றாரு. அதுதான் மேட்ரு. அதை நம்ம வாங்குறதுல, நம்ம செய்யறதுல, நம்ம டீம்ல இந்த லிஸ்ட் மேக்கிங் சைடே போறது இல்லை. ப்ரொடக்ட் 100% யூசிங் அன்னைக்கும் சொல்றாரு, இன்னைக்கும் அதுதான் சொல்றாரு. அவரே சொல்றாரு டைமண்ட் அன்னைக்கே அதுதான் சொன்னார். 2007 அவரு ஜாயின் பண்ணும்போது டைமண்ட் சொன்னதுதான், இன்னைக்கு அதே தான் டைமண்ட் சொல்லிட்டு இருக்கிறாரு. இதுதான் சிஸ்டம் சார். இப்படி போனா மட்டும்தான் டீம் பெருசாகும். இப்படி பண்ணினா மட்டும்தான் டீம்ல நம்ம அச்சீவ் பண்ண முடியும். இதை நம்ம லீடர்கள் உள்வாங்கிக்கிட்டு, இது குடுகுடுப்பு எல்லாம் கிடையாது. இது ஒரு நெட்வொர்க்கு. இந்த நெட்வொர்க் மார்க்கெட்டிங்ல நம்ம எந்த மாதிரி போனா ஜெயிக்க முடியுங்கிறது தான் சிஸ்டம். அந்த சிஸ்டத்தை ஃபாலோ பண்ணுவதற்கு நமக்கு சுஜித் சார் ஒரு சிறப்பான தகவல்களை எங்களுக்கு எத்தனை முறை கேட்டாலும் சுஜித் சார் சொன்னா அது சலிக்காது. அந்த மாதிரியான கேட்ட நம்பர் 1 பியூசி ஓனர் அவர். அங்கே நான் இப்போ இன்னைக்கு பார்த்தீங்கன்னு சொன்னா அவர் பக்கத்திலேயே பெஸ்ட் 1.5 வேர்டு கூட அவருடைய சேல்ஸ் குறையலைங்கிறார். காரணம் அந்த நெட்வொர்க்கை டெவலப் பண்ணணும் தான் காரணம். மெம்பர்ஸ் வந்துட்டு இருக்கிறதா காரணம். புதிய லீடர்கள் உருவாகிட்டு இருக்கிறதா காரணம். சோர்வு இல்லாமல் அவங்கள கொண்டு போகிறது தான் காரணம்.
எனவே இந்த ஒரு கூட்டம், இந்த 7 மணி கூட்டம் நமக்கு எல்லாம் உபயோகமா இருக்கும்னு நான் நம்புறேன். யாருக்கேனும் வாழ்த்துறையோ கருத்துரையோ